ഹരേ കൃഷ്ണ. ഇന്നത്തെ ചൈതന്യ സേവാ ക്ലാസ്സിലോട്ട് വന്നു ചേർന്ന എല്ലാ ഭക്തന്മാർക്കും വിനീതമായിട്ടുള്ള സ്വാഗതം. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് ശ്രീ ചൈതന്യ ചരിതാമൃതം ആദിലീലയിലെ 13ാമത്തെ അധ്യായമായ ശ്രീ ചൈതന്യ മഹാപ്രഭുവിന്റെ ആഗമനം എന്ന അധ്യായത്തിലെ 40ാമത്തെ ശ്ലോകം മുതൽക്കാണ്. ജയ ജയ ശ്രീ ചൈതന്യ ജയ നിത്യാനന്ദ ജയ ദ്വൈത ചന്ദ്ര ജയ ഗൗരഭക്ത വൃന്ദ. ജയ ജയ ശ്രീ ചൈതന്യ ജയ നിത്യാനന്ദ ജയ ദ്വൈത ചന്ദ്ര ജയ ഗൗരഭക്ത വൃന്ദ. ജയ ശ്രീ ചൈതന്യ ജയ നിത്യാനന്ദ ജയ ദ്വൈത ചന്ദ്ര ജയ ഗൗരഭക്ത വൃന്ദ. ശ്രീ ചൈതന്യ ചരിതാമൃതം ആദിലീല അധ്യായം 13 ശ്ലോകം 40. രാത്രി ദിവസേ കൃഷ്ണ വിരഹ സ്ഫുരണ ഉന്മാദേര ചേഷ്ട കരേ പ്രലാപ വചന. ശബ്ദാർത്ഥം: രാത്രി ദിവസേ, പകലും രാവും, കൃഷ്ണ വിരഹ, കൃഷ്ണനിൽ നിന്ന് ഉള്ള വേർപാടിന്റെ വികാരങ്ങൾ, സ്ഫുരണ, ഉണർത്തുക, ഉന്മാദേര, ഒരു ഭ്രാന്തന്റെ ചേഷ്ട, പ്രവൃത്തികൾ, കരെ, ചെയ്യുക, പ്രലാപ, പരസ്പര വിരുദ്ധമായി സംസാരിക്കുക, വചന, വാക്കുകൾ. വിവർത്തനം: മഹാപ്രഭുവിന് രാവും പകലും ഒരുപോലെ കൃഷ്ണനിൽ നിന്നുള്ള വിരഹം അനുഭവപ്പെട്ടു. വിരഹ ലക്ഷണങ്ങളാൽ അവിടുന്ന് ഒരു ഉന്മത്തനെ പോലെ ചേഷ്ടകൾ പ്രകടിപ്പിക്കുകയും പലതും ജൽപ്പിക്കുകയും ചെയ്തു. ശ്ലോകം 41. ശ്രീരാധാര പ്രലാപ ഏച്ചെ ഉദ്ധവ ദർശനേ സൈമത ഉന്മാദ പ്രലാപ കരേ രാത്രി ദിനേ. ശ്രീരാധാര പ്രലാപ ഏച്ചെ ഉദ്ധവ ദർശനേ സൈമത ഉന്മാദ പ്രലാപ കരേ രാത്രി ദിനേ. ശ്രീരാധാര പ്രലാപ ഏച്ചെ ഉദ്ധവ ദർശനേ സൈമത ഉന്മാദ പ്രലാപ കരേ രാത്രി ദിനേ. ശബ്ദാർത്ഥം: ശ്രീമതി രാധാറാണിയുടെ പ്രലാപ സംസാരം ഏച്ചെ, രാധാറാണി ചെയ്തിരുന്നത് പോലെ, ഉദ്ധവരെ കണ്ടപ്പോൾ, സൈമത, അതുപോലെ, ഉന്മാദം, പ്രലാപ, ഉന്മത്തനെ പോലെ സംസാരിക്കുക, കരെ, ചെയ്തു, രാത്രി ദിനെ, രാവും പകലും. വിവർത്തനം ഭാവാർത്ഥം: കൃഷ്ണ കൃപാമൂർത്തി ശ്രീ ശ്രീമദ് അഭയചരണാരവിന്ദ ഭക്തി വേദാന്ത സ്വാമി പ്രഭാഷീല പ്രഭുപാദകി ജയ്. വിവർത്തനം: ശ്രീമതി രാധാറാണി ഉദ്ധവരെ കണ്ടുമുട്ടിയപ്പോൾ പരസ്പര വിരുദ്ധമായി സംസാരിച്ചതുപോലെ ശ്രീചൈതന്യ മഹാപ്രഭുവും രാധാഭാവത്തിൽ രാവും പകലും അത്തരം ഉന്മാദ ഭാഷണങ്ങൾ ആസ്വദിച്ചു. ഭാവാർത്ഥം: വൃന്ദാവനത്തിൽ വെച്ച് ഉദ്ധവരെ കണ്ടുമുട്ടിയതിനു ശേഷമുള്ള ശ്രീമതി രാധാറാണിയുടെ ആത്മഭാഷണം നാം ഇവിടെ ഒന്ന് മറിച്ചു നോക്കേണ്ടതുണ്ട്. ആത്മനിർവൃതി പൂണ്ട് നടത്തുന്ന ആ സാങ്കല്പിക ഭാഷണം പോലുള്ള ഒന്നാണ് മഹാപ്രഭു അവതരിപ്പിച്ചിരിക്കുന്നത്. കൃഷ്ണൻ അവഗണിച്ചപ്പോൾ അസൂയയും വിഭ്രാന്തിയും പൂണ്ട് രാധാറാണി ഒരു വണ്ടിനെ വിമർശിച്ചുകൊണ്ട് ഉന്മാദിനിയെ പോലെ പുലമ്പുകയുണ്ടായി. തന്റെ അന്ത്യലീലകളുടെ വേളയിൽ അത്തരം ഹർഷോന്മാദത്തിന്റെ എല്ലാ ലക്ഷണങ്ങളും മഹാപ്രഭു പ്രദർശിപ്പിച്ചിരുന്നു. ഇവിടെ നാം ആദിലീലയുടെ 4-ാം അധ്യായത്തിലെ 107, 108 എന്നീ ശ്ലോകങ്ങളൊന്ന് പരിശോധിക്കണം. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലായ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരുവേ നമഃ. ശ്രീ ചൈതന്യ മനോവിഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപകഥാമഹ്യം ദദാന്തീശ്വരപദാന്തികം വന്ദേഹം ശ്രീഗുരും ശ്രീയുതപദകമലം ശ്രീഗുരുൻ വൈഷ്ണവാംശ്ച ശ്രീരൂപം സാഗ്രജാതം സഹനഗണാഥാവിനന്ദം സജീവം സാദ്വൈതം സാവധൂതം പരിജനസഹിതം കൃഷ്ണ ചൈതന്യ ദൈവം ശ്രീ രാധാകൃഷ്ണ പാദാൻ ശ്രീ ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തി വേദാന്ത സ്വാമി നാമിനെ. നമസ്തേ സാരസ്വതി ദേവി ഗൗരവാണി പ്രചാരിണെ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യ ദേശതാരിണി. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാസിന്ധുഭ്യേ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ഹരേ കൃഷ്ണ. നമ്മൾ ചർച്ച ചെയ്യുന്നത് ശ്രീ ചൈതന്യ ചരിതാമൃതം ആദിലീലയിലെ 13ാമത്തെ അധ്യായത്തിലെ 40ാമത്തെ ശ്ലോകം മുതൽക്കാണ്. അപ്പൊ ഇതിൽ നമുക്ക് കാണാൻ സാധിക്കും, ഇവിടെ മഹാപ്രഭു
വിരഹഭക്തിയെ പറ്റി ആണ് നമ്മളവിടെ ചർച്ച ചെയ്യുന്നത് അല്ലെ. നമുക്ക് അറിയാൻ സാധിക്കും അല്ലെ, മഹാപ്രഭു എങ്ങനെയാണ് കൃഷ്ണൻ നിന്നൊരു വിരഹം അനുഭവിച്ചുകൊണ്ട് അദ്ദേഹം ആഹ് ഒരു ഉന്മത്തിനെ പോലെ ചേഷ്ടകൾ ചെയ്തു എന്നുള്ള കാര്യമാണ് ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നത്. നമുക്കറിയാം, നമുക്ക് ആഹ് വിരഹത്തിൽ ലവ് ഇൻ സെപ്പറേഷൻ, ലവ് ഇൻ മീറ്റിംഗ്, രണ്ട് തരത്തിലുള്ള കാര്യങ്ങളാണ് നമ്മൾ ആചാര്യന്മാർ ചർച്ച ചെയ്യാറുണ്ട്. അപ്പൊ നമുക്ക് ശരിക്കും നമുക്ക് സെപ്പറേഷൻ അല്ലെങ്കിൽ നമുക്ക് കാണാൻ പറ്റുന്ന കാര്യം എന്താണ്, നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു വ്യക്തിയുടെ അഭാവത്തിൽ അദ്ദേഹത്തിനെ പറ്റി ഓർക്കുമ്പോഴാണ് കൂടുതൽ നമുക്ക് അദ്ദേഹത്തിനെ പറ്റി ഓർക്കാൻ സാധിക്കുക. അപ്പൊ അതുപോലെ തന്നെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നതും എങ്ങനെയാണോ രാധാറാണിക്ക് ഭഗവാൻ കൃഷ്ണൻ രാധാറാണിയെ വിട്ട് പോയ സമയത്ത് ഉദ്ധവരെ കണ്ട് പരസ്പര വിരുദ്ധമായിട്ടൊക്കെ ആ, സംസാരിച്ചതുപോലെ തന്നെ നമുക്ക് കാണാൻ സാധിക്കും അല്ലെ. നമ്മൾ നോക്കുകയാണെങ്കിൽ ശ്രീമദ് ഭാഗവത്തിൽ അതുപോലെ തന്നെ ചൈതന്യ മഹാപ്രഭു ആരാണ്? ശ്രീകൃഷ്ണ ചൈതന്യ രാധാകൃഷ്ണനാക്കി തന്നെ അല്ലെ. അപ്പൊ ചൈതന്യ മഹാപ്രഭു എന്ന് പറയുന്നതും ആരാണ്? രാധാറാണി തന്നെയാണ് അല്ലെ. നമ്മൾ നോക്കുക, ഭഗവാൻ കൃഷ്ണൻ തന്നെ രാധാറാണിയുടെ മൂഡിൽ വന്നിരിക്കുകയാണ് അല്ലെ. അപ്പൊ അതുപോലെ തന്നെ അദ്ദേഹത്തിനും എന്ത് സംഭവിച്ചു? ഇതുപോലെ തന്നെ അദ്ദേഹം പരസ്പര വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കുകയും അപ്പം എപ്പോഴും ഭഗവാനെ പറ്റി ഇങ്ങനെ ഓർത്തുകൊണ്ടിരിക്കുന്ന ഒരു അങ്ങനെ ഒരു വിരഹം അനുഭവപ്പെട്ടു എന്ന് പറഞ്ഞു. പക്ഷെ വിരഹം എന്ന് പറയുമ്പോൾ നമ്മൾ ചിലപ്പോൾ ചിന്തിക്കും, നമുക്ക് സാധാരണഗതിയിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പലപ്പോഴും കാണുമ്പോൾ നമുക്ക് ഭൗതിക ലോകത്തിൽ വിരഹം എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ്, ദുഃഖം അല്ലെങ്കിൽ നമുക്ക് വിഷമമാണ് അനുഭവം. പക്ഷെ ആധ്യാത്മിക ജീവിതത്തിൽ നമുക്ക് നമ്മൾ കണ്ടുമുട്ടുമ്പോഴും അല്ലെങ്കിൽ അദ്ദേഹത്തിനെ കാണാതിരിക്കുന്ന സമയത്തും ഒരു വ്യക്തിക്ക് ആ വിരഹത്തിലൂടെ അദ്ദേഹം ആക്ച്വലി ആനന്ദം അനുഭവിക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ. അപ്പൊ ഇവിടെ നമുക്ക് പറയുന്ന പോലെ തന്നെ നമുക്ക് എപ്പോഴും നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചൈതന്യ മഹാപ്രഭുവും രൂപ ഗോസ്വാമിയും ഷഡ് ഗോസ്വാമിമാരൊക്കെ നമുക്ക് പറഞ്ഞു തരുന്നതാണ് നമ്മൾ എങ്ങനെയാണ് ഭഗവാന് എങ്ങനെ നമ്മൾ ഭഗവാന് നമ്മൾ വിരഹത്തിൽ അല്ലെങ്കിൽ ലവ് ഇൻ സെപ്പറേഷൻ എന്ന് പറയില്ല. അപ്പൊ ആ സമയത്ത് നമുക്ക് എങ്ങനെ ഭഗവാനെ ആ രീതിയിൽ നമുക്ക് ഭഗവാനടുത്തുള്ള ഭക്തി വളർത്തിയെടുക്കാം എന്നുള്ള കാര്യമാണ് പറഞ്ഞത്. എനിക്ക് എപ്പോ ഭഗവാനെ കാണാൻ സാധിക്കും അല്ലെങ്കിൽ എപ്പോഴും അവരെന്താണ് ആ ഒരു ഹമ്പിൾ മോഡിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ അല്ലേ, അവരെപ്പോഴും ആ എളിമത്തത്തോടെ അവർ ചിന്തിക്കുന്നതാണ്, എനിക്ക് ഒരു യോഗ്യതയും ഇല്ല, എനിക്ക് എപ്പോ ഭഗവാനെ കാണാൻ സാധിക്കും എന്നുള്ള ചിന്തയാണ് അവർ പറയുന്നത്. അല്ലാതെ ഒരിക്കലും അവർ ചിന്തിക്കുന്നില്ല ഞാൻ ഉയർന്ന ഭക്തനാണെന്ന്, അല്ലെങ്കിൽ ഞാൻ എപ്പോഴും ഭഗവാനെ എന്റെ സ്വപ്നത്തിൽ ദർശിക്കുന്നു, അല്ലെങ്കിൽ ഞാൻ വിളിച്ചാൽ ഭഗവാൻ എന്റെ ഫ്രണ്ടിൽ വരും, അങ്ങനെ ഒരിക്കലും അവർ പറയുന്നില്ല. അതാണ് ഒരു ഉയർന്ന ഭക്തന്റെ ഒരു റിയൽ ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ. അതാണ് നമുക്ക് ചൈതന്യ മഹാപ്രഭുവും അല്ലെങ്കിൽ ആ ഒരു നമ്മൾ ഈ പരമ്പര അല്ലെ, രൂപാനുഗ പരമ്പര നമുക്ക് പറഞ്ഞു തരുന്നതും അതാണ് അല്ലെ. നമ്മൾ നോക്കുകയാണെങ്കിൽ ഈവൻ നമുക്ക് നമ്മൾ ഷഡ്ഗോസ്വാമി അഷ്ടകത്തിലും പറയുന്നുണ്ട് അല്ലെ, ഹേ രാധേ വ്രജ ദേവികേ ചലലിതേ ഹേനന്ദ കോനോസുത ശ്രീഗോവർദ്ധന പാദപതലേ കാളിന്തി വനേ കുത ഘോഷാന്ത ഇതി കേതർ മഹാവിഹ്വലോ ഇത് സർവതോ വ്രജപുരേ കേതർ മഹാവിഹ്വലോ വന്ദേ രൂപ സനാതനോ രഘുയുഗോ ശ്രീജീവ ഗോപാലകോ അല്ലെ. ഇപ്പൊ ഷഡ്ഗോസ്വാമി അഷ്ടകത്തിലും അവര് ഇല്ലേ ആ അഷ്ടകത്തിൽ വളരെ വ്യക്തമായിട്ട് അവരുടെ മൂഡ് എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ശരിക്കും ഏത് രീതിയിലാണ് നമ്മൾ ഭഗവാനെ ആരാധിക്കേണ്ടത് എന്നുള്ളതായിരുന്നു. അപ്പൊ അതിൽ പറയുന്നതാണ് ഹേ രാധേ വ്രജ ദേവികേ ച ലളിതേ ഹേ നന്ദ സൂനോ കുതഃ. അതില് പറയുന്നതാണ് രാധാറാണി നിങ്ങൾ അങ്ങ് എവിടെയാണ്, അങ്ങയുടെ കൂട്ടുകാരിയായ ലളിത വിശാഖ എവിടെയാണെന്നാണ് ചോദിക്കുന്നത് അല്ലെ. എവിടെയാണ് നന്ദമഹാരാജന്റെ മകനായ ആഹ് നന്ദ അല്ല നന്ദരാജന്റെ ഭഗവാൻ കൃഷ്ണൻ എവിടെയാണ് എന്ന് ചോദിക്കുകയാണ് ചെയ്യുന്നത് അല്ലെ. അതുപോലെ തന്നെ എവിടെയാണ് അങ്ങ് ഗോവർദ്ധന പർവ്വതത്തിനടുത്താണോ അല്ല കാളിന്തി യമുന നദി തീരത്താണോ എന്നാണ് ചോദിക്കുന്നത് അല്ലെ. അപ്പൊ അങ്ങനെ അവര് എവിടെയാണ് കൃഷ്ണൻ എവിടെയാണ് രാധാറാണി എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ പിന്നാലെ അവർക്ക് ആക്ച്വലി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവര് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്, എവിടെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ ഈ രീതിയിലായിരിക്കണം ശരിക്കും കൃഷ്ണ ഭജനം എന്നാണ് ശ്രീല പ്രഭുപാദും അദ്ദേഹത്തിന്റെ പല ലെക്ചേഴ്സിനും പറയുന്നത് അല്ലെ. അപ്പൊ പറയുന്നത് എന്താണ്, അല്ലാതെ ഞാൻ കഴിഞ്ഞ ദിവസം രാത്രി ഞാൻ ഭഗവാൻ കൃഷ്ണനെ ഗോപിമാരുടെ നൃത്തം ചെയ്ത് ഞാൻ കണ്ടു അല്ല, അതല്ല അത്ര ഇതല്ല. അപ്പൊ നമുക്ക് എന്താണ്, നമുക്ക് ഭഗവാൻ കൃഷ്ണനെ മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും നമ്മൾ ഭൗതിക കണ്ണുകളോടൊന്നും ഒരിക്കലും ഭഗവാനെ കാണാൻ സാധിക്കില്ല. അപ്പൊ അതിൽ തുടങ്ങുന്നതാണ് അതൊക്കെ ശ്രീകൃഷ്ണ നാമാദി. അപ്പൊ നമ്മൾ എന്താണ് ചെയ്യുന്നത്, ആദ്യം നമ്മള് ഭഗവാന്റെ തിരുനാമങ്ങൾ ജപിച്ച് നമ്മുടെ അകത്തുള്ള എല്ലാ രീതിയിലുള്ള കൽമഷങ്ങളെ മാറ്റിയാൽ മാത്രമാണ് ഒരു വ്യക്തിക്ക് റിയലി എന്താണ് കൃഷ്ണൻ ഭഗവാൻ കൃഷ്ണനെ മനസ്സിലാക്കാൻ സാധിക്കുക നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലെ. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പലപ്പോഴും നമുക്ക് ചൈതന്യ മഹാപ്രഭുവും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ശിഷ്യഗണങ്ങളും പറഞ്ഞു തന്ന ഗോസ്വാമിമാരും പറഞ്ഞു തന്ന ഈ ഒരു പാത നമ്മൾ ഫോളോ ചെയ്യുക എന്നുള്ളതാണ് എപ്പോഴും പറയുന്നത്. അപ്പൊ എപ്പോഴും നമുക്ക് ഈവൻ ചൈതന്യ മഹാപ്രഭുവിന്റെ ലീലയിൽ കാണാൻ സാധിക്കും, അദ്ദേഹം ജഗന്നാഥ്പുരിയിലുള്ള സമയത്തും അദ്ദേഹം കൃഷ്ണൻ എവിടെ എന്ന് അദ്ദേഹം നടന്നുകൊണ്ട് ചിലപ്പം
അദ്ദേഹം ആ ബീച്ചിലൂടെ ഒക്കെ നടന്നു പോയിക്കൊണ്ടിരിക്കും രാത്രി സമയത്തൊക്കെ ചിലപ്പോൾ. അപ്പൊ സ്വരൂപ് ദാമോദർ ഗോസ്വാമി അവരൊക്കെ പോയി തേടും എവിടെ പോയി ഇദ്ദേഹം. അപ്പൊ അപ്പൊ നമുക്ക് പലപ്പോഴും കാണാൻ സാധിക്കും ചിലപ്പോൾ അദ്ദേഹം അങ്ങനെ ഭഗവാനെ തേടി തേടി അദ്ദേഹം ചിലപ്പം അദ്ദേഹം ആ ഓഷ്യനിലോട്ട് പോയി വീഴും. അപ്പൊ പിന്നെ ചിലപ്പം ഈ മീൻപിടുത്തക്കാരൊക്കെയാണ് ഭഗവാനെ പിടിച്ചു കൊണ്ടുവരുന്നൊക്കെ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ എല്ലാ സമയവും ഭഗവാന്റെ കൃഷ്ണനെ പറ്റി ഭഗവാൻ എവിടെയെന്ന് ചിന്തിച്ചുകൊണ്ട് നാമം ജപിച്ചുകൊണ്ടേ ഇരിക്കുകയായിരുന്നു ചൈതന്യ മഹാപ്രഭു. അപ്പം ഈ രീതിയിലായിരിക്കണം നമ്മൾ ഇതിനെ മനസ്സിലാക്കേണ്ടത് ഉള്ള കാര്യമാണ് ഇവിടെ പറയുന്നത്. അപ്പം എങ്ങനെയാണോ അപ്പം നമുക്ക് അപ്പം അങ്ങനെ ഒരു മൂഡിൽ അപ്പൊ എപ്പോഴും എനിക്ക് കൃഷ്ണനെ ഈ കാണാൻ അല്ല എനിക്ക് യാതൊരു യോഗ്യതയും ഇല്ല അല്ലെങ്കിൽ കൃഷ്ണനെ കാണാൻ പറ്റുന്നല്ലോ ചിന്തിക്കുന്ന ഒരു വ്യക്തിക്ക് അനുനിമിഷം കൃഷ്ണനുമായിട്ട് അസോസിയേറ്റ് ചെയ്യാനും പറ്റുന്നുണ്ട്. എങ്ങനെയാണ് തിരുനാമ ജപത്തിലൂടെയും കൃഷ്ണന്റെ വിഗ്രഹ ആരാധനയിലൂടെ ഒക്കെ ഒരു വ്യക്തിക്ക് ഭഗവാനായിട്ട് അസോസിയേറ്റ് ചെയ്യാനും സാധിക്കും. അതാണ് കൃഷ്ണാബോധം അല്ലെങ്കിൽ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് അബ്സല്യൂട്ട് എന്ന് പറയുന്നുണ്ട്. കാരണം ഭഗവാൻ കൃഷ്ണനും ഭഗവാന്റെ നാമവും ഗുണവും ലീലകളും തമ്മിൽ യാതൊരു വ്യത്യാസവും ഇല്ല. അപ്പം ആ രീതിയിൽ വേണം നമുക്ക് അതിനെ മനസ്സിലാക്കേണ്ടി വരുന്നത്. അതായത് അപ്പൊ അതാണ്. അപ്പൊ അതുകൊണ്ടാണ് ഈവൻ നമുക്ക് അറിയാൻ സാധിക്കും നമ്മളെന്താണ് ഇപ്പം നരത്തോദാസ് ഠാക്കൂറും പറയാറില്ലേ, ഏച്ചായി ഗോസായി ജാൻ മൂയി ഖാൻ ദാസ്. അപ്പൊ ആരാണോ ഈ ഷഡ് ഗോസ്വാമിമാരുടെ സേവകനായിട്ട് നിൽക്കുന്നത് ആ വ്യക്തികൾക്കാണ് ശരിക്കും എന്താണ് ഭഗവാൻ കൃഷ്ണനെ ശരിക്കും മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് അതിൽ പറഞ്ഞില്ലേ, രൂപ രഘുനാഥ പാതേ ഹൊയ്ബെ ആക്കൂതി കബെ ഹബെ ഭുജഹോസെ യുഗല പ്രീതി എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ അതിലും പറയുന്നതാണ് അപ്പം ഈ രാധാകൃഷ്ണന്മാരുടെ ഈ ലീലകൾ നമ്മൾ മനസ്സിലാക്കാതെ സാധാരണ ലീലകളല്ല. അപ്പൊ അതിനെ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഗോസ്വാമിമാരുടെ പാത പിന്തുടരുന്ന ആൾ മാത്രമാണ് ഒരു വ്യക്തിക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. അവരുടെ പാത പിന്തുടരുക പറഞ്ഞാൽ എന്താണ്, അവരുടെ മൂഡ് എന്താണെന്ന് മനസ്സിലാക്കുക, അവർ തന്ന ഇൻസ്ട്രക്ഷൻസ് നമ്മൾ ഫോളോ ചെയ്യാനുള്ള കാര്യമാണ് അതിൽ മനസ്സിലാക്കാൻ സാധിക്കുക. അപ്പൊ ആ രീതിയിൽ മാത്രമാണ് നമുക്ക് പൂർണ്ണമായിട്ടും രാധാകൃഷ്ണന്മാരെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക ഉള്ളതാണ് ഇതിൽ പറയുന്നത്. അപ്പൊ ഒരിക്കലും ഒരു വ്യക്തിക്ക്, കാരണം നമ്മുടെ ഭൗതികമായിട്ടുള്ള ഇന്ദ്രിയ താല്പര്യങ്ങൾ വെച്ചുകൊണ്ട് ഒരിക്കലും ഒരു വ്യക്തിക്ക് പൂർണ്ണമായിട്ടും എന്താണ് ഭഗവാനെന്നും എന്താണ് വൃന്ദാവനെന്നും നമുക്ക് ഒരിക്കലും മനസ്സിലാക്കാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് നരോത്തം ദാസ് ഠാക്കൂർ ഒരു ഭജനിൽ പറയുന്നത് അല്ലെ, വിഷയാചാര്യ കവി ശുദ്ധ ഹബേ മന കബേ ഹമ ഹേരിബോ ശ്രീ വൃന്ദാവനം. അതിൽ പറയണം അദ്ദേഹം, എനിക്ക് എത്രത്തോളം ഇന്ദ്രിയ സംതൃപ്തി ചെയ്യണം എന്നുള്ള ആഗ്രഹം ഉള്ളത്രത്തോളം കാലം എനിക്ക് ഒരിക്കലും ഭഗവാനെ ഒരിക്കലും പൂർണ്ണമായിട്ടും മനസ്സിലാക്കാൻ സാധിക്കില്ല. അതിന് യാതൊരു ഇന്ദ്രതൃപ്തി ഉണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് ഒരിക്കലും ഭഗവാന്റെ ലീലകളും ഇതൊന്നും എനിക്ക് പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കില്ല. വളരെ കൃത്യമായിട്ട് അത് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ആദ്യം എന്താണ്, അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് നമുക്ക് ഇപ്പം ഇന്ദ്രതൃപ്തി കൊണ്ട് ഉദ്ദേശിച്ചത് എന്താണ്, നമുക്ക് ആഹാരം, നിദ്ര, ഭയ, മൈഥുനം ഈ 4 കാര്യങ്ങളാണ് പ്രത്യേകിച്ച്. അപ്പോൾ ഇതിനോട് ഒരു വ്യക്തി അറ്റാച്ച്ഡ് ആണെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഒരു വ്യക്തി പൂർണ്ണമായിട്ടും ഭഗവാനെ പറ്റി പൂർണ്ണമായിട്ടും മനസ്സിലാക്കാൻ സാധിക്കില്ല എന്നാണ് ഇതിൽ പറയുന്നത്. അപ്പൊ ഇതാണ്. അപ്പൊ അതുകൊണ്ട് ആ ഒരു മൂഡാണ് നമുക്ക് ആക്ച്വലി ഇതിനെപ്പറ്റി പൂർണ്ണമായിട്ടും ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ആദിയിലെ തന്നെ നമുക്ക് 4-ാം അധ്യായത്തിലൊക്കെ നമ്മൾ കുറച്ച് ചർച്ച ചെയ്തിരുന്നു. അപ്പൊ ഇതാണ് ഇതിൽ പറയുന്നത്. ഇനി അടുത്തൊരു ശ്ലോകം കൂടി നോക്കാം. ശ്ലോകം 42. വിദ്യാപതി ജയദേവ ചണ്ഡീദാസേര ഗീത ആസ്വാദേന രാമാനന്ദ സ്വരൂപ സഹിത. ശബ്ദാർത്ഥം വിദ്യാപതി. വിദ്യാപതി എന്ന കവി ജയദേവൻ ചണ്ഡീദാസേര ചണ്ഡീദാസൻ ഗീതങ്ങൾ ആസ്വാദേന ആസ്വദിക്കുന്നു, രാമാനന്ദൻ സ്വരൂപൻ സഹിത ഒപ്പം. വിവർത്തനം ഭാവാർത്ഥം കൃഷ്ണ കൃപാമൂർത്തി ശ്രീ ശ്രീ രമേശരണാരവിന്ദ ഭക്തിവത്സവ പ്രഭുപാൽ ശീല പ്രഭുപാദ് കി ജയ്. വിവർത്തനം. മഹാപ്രഭു തന്റെ വിശ്വസ്ത പാർശ്വതന്മാരായ രാമാനന്ദരായോടും സ്വരൂപ ദാമോദരനോടൊപ്പം വിദ്യാപതിയോടും ജയദേവന്റെയും ചണ്ഡീദാസന്റെയും ഗ്രന്ഥങ്ങൾ വായിച്ച് അവയിലെ ഗീതങ്ങൾ ആസ്വദിച്ചു. ഭാവാർത്ഥം, രാധാകൃഷ്ണ ലീലകളെ കുറിച്ച് ചിട്ടപ്പെടുത്തുന്ന ഒരു പ്രശസ്ത കവിയായിരുന്നു വിദ്യാപതി. ഒരു ബ്രാഹ്മണ കുടുംബത്തിൽ ജനിച്ച അദ്ദേഹം മിഥിലയിലാണ് വസിച്ചിരുന്നത്. ശകവർഷം 14-ാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിൽ ചൈതന്യ മഹാപ്രഭുവിന്റെ ആവിർഭാവത്തിന് ഏറെക്കുറെ 100 വർഷം മുമ്പ് ശിവസിംഹ രാജാവിന്റെയും റാണി ലക്ഷ്മാദേവിയുടെയും ഭരണകാലത്താണ് അദ്ദേഹത്തിന്റെ ഗീതങ്ങൾ രചിക്കപ്പെട്ടതെന്ന് കണക്കാക്കപ്പെടുന്നു. വിദ്യാപതിയുടെ പിൻഗാമികളുടെ 12-ാം തലമുറ ഇപ്പോഴും ജീവിക്കുന്നു. കൃഷ്ണ ഭഗവാന്റെ ലീലകളെ കുറിച്ചുള്ള വിദ്യാപതിയുടെ ഗീതങ്ങൾ കൃഷ്ണനിൽ നിന്നുള്ള വേർപാടിന്റെ ഉത്കടമായ വികാരങ്ങൾ പ്രകടിപ്പിക്കുന്നവയാണ്. മഹാപ്രഭു ആ ഗീതങ്ങളെല്ലാം അവിടുത്തേതായ കൃഷ്ണവിരഹത്തിന്റെ ഹർഷോന്മത്ത വികാരങ്ങളിൽ ആസ്വദിച്ചു. ജയദേവൻ ബംഗാളിലെ ലക്ഷ്മണസേന മഹാരാജാവിന്റെ ഭരണകാലത്ത് ശകവർഷം
11-ാമത്തെയോ 12-ാമത്തെയോ നൂറ്റാണ്ടിൽ ജനിച്ചു. അദ്ദേഹത്തിന്റെ പിതാവ് ഭോജദേവനും മാതാവ് വാമാദേവിയും ആയിരുന്നു. അദ്ദേഹം അന്ന് ബംഗാളിന്റെ തലസ്ഥാനമായിരുന്ന നവദ്വീപിൽ അനേക വർഷം ജീവിച്ചു. അദ്ദേഹത്തിന്റെ ജന്മസ്ഥലം ബീർഭൂം ജില്ലയിലെ കേന്ദുവിൽവ ഗ്രാമത്തിലാണ്. ചില പ്രാമാണികൾ അദ്ദേഹം ഒറീസയിലാണ് ജനിച്ചതെന്ന് പറയുന്നു. ദക്ഷിണ ഭാരതത്തിലാണ് ജനിച്ചതെന്ന് വേറെ ചിലർ. ജഗന്നാഥ് പുരിയിൽ ആയിരുന്നു അദ്ദേഹം തന്റെ ജീവിതത്തിന്റെ അവസാന നാളുകൾ ചെലവഴിച്ചത്. അദ്ദേഹത്തിന്റെ പ്രശസ്തമായ ഗ്രന്ഥങ്ങളിൽ ഒന്നാണ് കൃഷ്ണനിൽ നിന്നുള്ള വേർപാടിന്റെ ദിവ്യമായ വികാരങ്ങൾ നിറഞ്ഞ ഗീതാഗോവിന്ദമാണ്. ശ്രീമദ് ഭാഗവത്തിൽ പറഞ്ഞിട്ടുള്ളതുപോലെ ഗോപികമാർക്ക് രാസനൃത്തത്തിന് മുമ്പ് കൃഷ്ണനിൽ നിന്നുള്ള വിരഹതാപം അനുഭവപ്പെട്ടു. അത്തരം വികാരങ്ങൾ പ്രകടമാക്കുന്ന ഗീതാഗോവിന്ദത്തിന് അനേകം വൈഷ്ണവർ അനേകം വ്യാഖ്യാനങ്ങൾ രചിച്ചിട്ടുണ്ട്. ചണ്ഡീദാസന്റെ ജനനം നാന്നൂറ ഗ്രാമത്തിലായിരുന്നു. ബംഗാളിലെ ബീർഭൂം ജില്ലയിൽ തന്നെയാണ് ആ ഗ്രാമവും. ഒരു ബ്രാഹ്മണ കുടുംബത്തിൽ ആയിരുന്നു അദ്ദേഹത്തിന്റെ ജനനം. ശകവർഷം 14-ാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിലായിരുന്നു അദ്ദേഹത്തിന്റെയും ജനനമെന്ന് പറയപ്പെടുന്നു. ചണ്ഡീദാസന്റെയും വിദ്യാവതിയുടെയും രചനകൾ വിരഹതാപത്തിന്റെ അതീന്ദ്രിയ വികാരങ്ങൾ ആഴത്തിൽ പ്രകടിപ്പിക്കുന്നതിനാൽ അവർ ഉറ്റ സുഹൃത്തുക്കളായിരുന്നു എന്ന് അഭിപ്രായമുണ്ട്. ചണ്ഡീദാസനും വിദ്യാപതിയും വിവരിച്ച ഹർഷോന്മാദത്തിന്റെ വികാരങ്ങൾ ശ്രീചൈതന്യ മഹാപ്രഭു യഥാർത്ഥത്തിൽ പ്രകടിപ്പിച്ചിരുന്നു. അവിടുന്ന് ശ്രീമതി രാധാറാണിയുടെ ഭാവത്തിൽ ആ വികാരങ്ങളെല്ലാം ആസ്വദിച്ചു. ശ്രീ രാമാനന്ദരായനും ശ്രീ സ്വരൂപ ദാമോദരനുമായിരുന്നു ഇത് സാധ്യം ആക്കുന്നതിനുള്ള അവിടുത്തെ ഉചിതരായ സഹായികൾ. ഭഗവാൻ ചൈതന്യ മഹാപ്രഭു രാധാറാണിയുടെ വികാരങ്ങൾ അനുഭവിച്ച ലീലകളിൽ ഈ ഉറ്റ സഹചരന്മാർ രണ്ടുപേരും അവിടുന്ന് വളരെയധികം സഹായിച്ചു. ഭഗവാൻ ചൈതന്യ മഹാപ്രഭു വിദ്യാപതിയുടെയും ചണ്ഡീദാസന്റെയും ജയദേവന്റെയും ഗ്രന്ഥങ്ങളിൽ നിന്ന് ആസ്വദിച്ച വിരഹത്തിന്റെ വികാരങ്ങൾ തങ്ങളുടെ ഉന്നതമായ ആത്മീയബോധത്താൽ പരമഹംസമാരായി തീർന്ന ശ്രീ രാമാനന്ദരായെയും സ്വരൂപ രാമോദരനെയും പോലുള്ളവർക്കായി പ്രത്യേകം കരുതി വെക്കപ്പെട്ടതാണെന്ന് ശ്രീ ഭക്തിസിദ്ധാന്ത സരസ്വതി ഠാക്കൂർ അഭിപ്രായപ്പെടുന്നു. അത്തരം വിഷയങ്ങൾ മഹാപ്രഭുവിന്റെ പ്രവർത്തനങ്ങൾ അനുകരിക്കുന്ന സാധാരണക്കാരായ വ്യക്തികളുമായി ചർച്ച ചെയ്യപ്പെടേണ്ടതില്ല. ഈശ്വരാബോധത്തിൽ ഇല്ലാത്തവരും ശാരീരികമായ ഇന്ദ്രിയ സുഖത്തിന് പിന്നാലെ പരക്കം പായുന്നവരുമായ ലൗകിക സാഹിത്യന്മാർക്കും കവിതാ നിരൂപകന്മാർക്കും ഇത്തരം ഉന്നതമായ അതീന്ദ്രിയ സാഹിത്യം വായിക്കേണ്ട ആവശ്യമില്ല. ഇന്ദ്രിയ സുഖത്തിന് പിന്നാലെ പരക്കം പായുന്ന ആളുകൾ രാഗാനുഗ ഭക്തിയുത സേവനത്തെ അനുകരിക്കാൻ ശ്രമിക്കരുത്. ചണ്ഡീദാസന്റെയും വിദ്യാപതിയുടെയും ജയദേവന്റെയും ഗീതങ്ങൾ പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാന്റെ അതീന്ദ്രിയ കർമ്മങ്ങൾ വർണ്ണിക്കുന്നവയാണ്. ഈ ഗീതങ്ങളെ അപഗ്രഥിക്കാൻ ശ്രമിക്കുക വഴി ലൗകികരായ നിരൂപകന്മാർ ചെയ്യുന്നത് സാധാരണ ജനങ്ങളെ ദുർമാർഗികളാക്കാൻ സഹായിക്കുക മാത്രമാണ്. അത് ലോകത്തിൽ സാമൂഹികമായ അപവാദങ്ങളും നിരീശ്വര തത്വവും സൃഷ്ടിക്കപ്പെടുന്നതിലേക്ക് വഴിതെളിക്കുകയും ചെയ്യും. രാധയുടെയും കൃഷ്ണന്റെയും പ്രവൃത്തികളെ ലൗകികരായ യുവാക്കളുടെ ചേഷ്ടകളായി തെറ്റിദ്ധരിക്കരുത്. ലൗകികരായ യുവാക്കളുടെയും യുവതികളുടെയും ലൈംഗിക പ്രവൃത്തികൾ അങ്ങേയറ്റം അറപ്പുളവാക്കുന്നവയാണ്. അതുകൊണ്ട് ശാരീരികമായ അവബോധം വെച്ച് പുലർത്തുന്നവരും ഇന്ദ്രിയസുഖം കാക്ഷിക്കുന്നവരെയും ശ്രീ രാധയുടെയും കൃഷ്ണന്റെയും അതീന്ദ്രിയ ലീലകളുടെ സംവാദത്തിൽ ഉൾപ്പെടുന്നതിൽ നിന്ന് വിലക്കിയിരിക്കുന്നു. ഹരേ കൃഷ്ണ. അപ്പൊ നമ്മള് ഈ ഒരു ശ്ലോകത്തില് മഹാപ്രഭു ആസ്വദിച്ച 2-3 പരിശുദ്ധ ഭക്തന്മാരുടെ ഗീതങ്ങളെ പറ്റിയാണ് ചർച്ച ചെയ്യുന്നത്. അപ്പൊ അതിലൊന്നാണ് വിദ്യാപതി, പിന്നൊന്ന് ജയദേവൻ, പിന്നൊന്ന് ചണ്ഡീദാസൻ. അവിടെ ഗ്രന്ഥങ്ങൾ വായിച്ച് ആക്ച്വലി നമ്മൾ നോക്കുകയാണെങ്കിൽ ചൈതന്യ മഹാപ്രഭു പലപ്പോഴും അദ്ദേഹത്തിന്റെ പ്രൈവറ്റ് ആയിട്ടുള്ള മെയിൻ ആയിട്ടുള്ള 2 ആൾക്കാരാണ്. ഒന്ന് രാമാനന്ദറായി, ഒന്ന് സ്വരൂപ ദാമോദരൻ. അപ്പൊ അവരുമായിട്ടാണ് ഭക്തിയുടെ ആന്തരികമായിട്ടുള്ള പല ലീലകളെ പറ്റി ചൈതന്യ മഹാപ്രഭു ലീലകളെ പറ്റിയാണ് ചിലപ്പോ പലപ്പോഴും ചൈതന്യ മഹാപ്രഭു ചർച്ച ചെയ്യപ്പെട്ടത്. കാരണം സാധാരണ ഒരു പബ്ലിക്കിന്റെ അടുത്തോ ഒന്നും ഒരിക്കലും ചൈതന്യ മഹാപ്രഭു ഇത്ര ഉയർന്ന ലീലകളെ പറ്റി ഒരിക്കലും ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കാരണം ഈ ലീലകളെ മനസ്സിലാക്കി കഴിഞ്ഞാൽ ആൾക്കാർ അതിനെ തെറ്റിദ്ധരിക്കപ്പെടും. ആക്ച്വലി അവർ ചിന്തിക്കും ഇത് ഭൗതികമായിട്ടുള്ള ലീല പോലെയാണെന്ന് ചിന്തിക്കപ്പെടും. അതുകൊണ്ടാണ് നമ്മൾ നമ്മൾ ഒരിക്കലും നമ്മൾ രാസലീലയെ പറ്റി ഒന്നും നമ്മൾ ഒരിക്കലും പബ്ലിക്കായിട്ട് ചർച്ച ചെയ്യാറില്ല. നമ്മൾ ശീലപ്രഭു അങ്ങനെ സ്റ്റാൻഡേർഡ് ക്രിയേറ്റ് ചെയ്തത്. കാരണം നമ്മൾ ഒരിക്കലും പൂർണ്ണമായിട്ടും ഭഗവാൻ കൃഷ്ണ ആരാണ് രാധാറാണി ആരാണെന്ന് അറിയാതെ ഒരിക്കലും ഈ ലീലകളെ പറ്റി നമ്മൾ പഠിക്കാൻ നടന്നു കഴിഞ്ഞാൽ നമ്മൾ കൂടുതൽ ഭക്തിയിൽ നിന്ന് ദൂരെ പോകും. നമ്മൾ അപരാധങ്ങൾ ക്രിയേറ്റ് ചെയ്യുമെന്നാണ് ആചാര്യന്മാർ പറയുന്നത്. ഇവിടെ അതുപോലെ തന്നെ ഈ വിദ്യാവതിയും ജയദേവൻ, ചണ്ഡീദാസൻ എന്നൊക്കെ പറയുന്ന അവരുടെ ഈ ഓരോന്ന കൃതികളിലൂടെയാണ്
ചൈതന്യ മഹാപ്രഭു പലപ്പോഴും ആ വിരഹമായിട്ടുള്ള ആ ഒരു അവസ്ഥയിലും മഹാപ്രഭു അദ്ദേഹത്തിന്റെ ജീവൻ നിലനിർത്തിയത്. അപ്പൊ പലപ്പോഴും അവര് ഈ ഇതിനെപ്പറ്റി സ്വരൂപ് ദാമോദരനും അല്ലെങ്കിൽ രാമാനന്ദ റായ് ഇത്യാദി ഉന്നത ഭക്തന്മാരുമായിട്ടാണ് ഒരു ക്ലോസ്ഡ് സർക്കിൾ ആയിട്ടാണ് ചർച്ച ചെയ്യപ്പെടുന്നത്. അപ്പൊ അതുകൊണ്ടാണ് പലപ്പോഴും ഇതിൽ പറയുന്നത് നമ്മൾ ചൈതന്യ മഹാപ്രഭുവിന് 3.5 കോൺഫിഡൻഷ്യൽ അസോസിയേറ്റ്സ് ഉണ്ടായിരുന്നതാണ് ചരിതാവെന്ന് പറയുന്നത്. അപ്പം സ്വരൂപ് ദാമോദർ, രാമാനന്ദറായ്, സിഗി മഹിത്തി, പിന്നെ അദ്ദേഹത്തിന്റെ ഒരു സിസ്റ്റർ ആയിട്ടുള്ള ഒരു ഒരു സ്ത്രീ, അദ്ദേഹം കൂടിയാണ് ഉണ്ടായിരുന്നത്. അപ്പൊ അത്രയും പേരായിട്ടാണ് പലപ്പോഴും ഇങ്ങനത്തെ ഇത്രയും അതിഗൂഢമായിട്ടുള്ള കാര്യങ്ങൾ, ഗുഹ്യമായിട്ടുള്ള കാര്യങ്ങൾ പലപ്പോഴും ചർച്ച ചെയ്യപ്പെടുന്നു. അപ്പൊ ഇതിൽ വളരെ വ്യക്തമായിട്ടും ഭക്തിസിദ്ധാന്ത സരസ്വതി ഠാക്കൂർ പറയുന്നത് പറ്റി ഇവിടെ ശീല പ്രഭുപാദ് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. അപ്പൊ ഭക്തിസിദ്ധാന്ത സരസ്വതി ഠാക്കൂർ എന്താണ് പറയുന്നത്? അപ്പൊ അദ്ദേഹം പറയുന്നത് വെച്ചാൽ സാധാരണക്കാരായ വ്യക്തികൾ ഇതിനെ ചർച്ച ചെയ്യപ്പെടേണ്ട ആവശ്യമില്ല. കാരണം അവര് ഇതിനെ പലപ്പോഴും നമ്മുടെ മനസ്സിൽ ഇപ്പോഴും ഇന്ദ്രിയ സുഖവും ഇങ്ങനത്തെ താല്പര്യമുള്ള വ്യക്തികൾക്ക് ഇങ്ങനത്തെ ലീലകൾ കേൾക്കുന്ന സമയത്ത് അവർ ചിന്തിക്കുന്നത് രാധാകൃഷ്ണന്മാരും നമ്മളെ പോലത്തെ ആളാണെന്നും ഈ ലീലകൾ എന്ന് പറയുന്നത് ഭൗതിക ലോകത്തിൽ നടക്കുന്ന സാധാരണ രീതിയിലുള്ള ഒരു ലൈംഗികമായിട്ടുള്ള ഒരു പ്രവൃത്തി പോലെ തന്നെയാണ് ഉള്ള രീതിയിലാണ് അവർ അതിനെപ്പറ്റി ചിന്തിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അവർ തെറ്റിദ്ധരിക്കപ്പെടും. അതുകൊണ്ടാണ് ഒരിക്കലും നമ്മൾ ഇങ്ങനത്തെ ലീലകളെ പറ്റി ഒരിക്കലും ചർച്ച ചെയ്യപ്പെടാത്തത്. അപ്പൊ നമുക്കറിയാം ഒരു ശീല പ്രഭുപാദിന്റെ ലീലാമൃതയിലും നമുക്ക് വായിച്ചാൽ അറിയാൻ സാധിക്കും. അപ്പം ഒരു തവണ അത് മുമ്പോട് ചർച്ച ചെയ്ത് തന്നെയാണ്. പക്ഷെ എന്നാലും ഈ ശ്ലോകത്തിന് ഈ ഒരു ഇൻസ്റ്റൻസിൽ കോണ്ടെക്സ്റ്റ് അനുഭവവേദ്യമായിട്ട് വരുന്നതുകൊണ്ട് നമ്മൾ ചർച്ച ചെയ്യാം. അപ്പം ശീല പ്രഭുപാദ് ഇതുപോലെ തന്നെ അദ്ദേഹം ഒരു ചെന്നൈ പോയ സമയത്ത്, അപ്പൊ അദ്ദേഹത്തിന് ചെന്നൈയിൽ വന്ന സമയത്ത് അവിടെ ഒരു അന്നത്തെ ഒരു വലിയൊരു ഒരു പണക്കാരനായിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം ഒരു കൃഷ്ണഭക്തൻ കൂടെ തന്നെ ആയിരുന്നു. അപ്പൊ അങ്ങനെ ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ വീട്ടിൽ താമസിപ്പിക്കുകയും, അപ്പോൾ താമസ സമയത്തിൽ അവർ വീട്ടിൽ അദ്ദേഹത്തിന്റെ ഭാര്യയും പിന്നെ ശീല പ്രഭുപാദിന് സെപ്പറേറ്റ് ആയിട്ട് ഒരു റൂം ഒക്കെ സെറ്റ് ചെയ്ത് കൊടുത്തു. അപ്പം വലിയൊരു കൊട്ടാരം പോലത്തെ ഒരു വീടായിരുന്നു. അപ്പം അവിടെ വെച്ച് അപ്പം അദ്ദേഹം ക്ലാസ്സുകളൊക്കെ എടുക്കുകയായിരുന്നു. അപ്പൊ ആൾക്കാരൊക്കെ വന്ന് കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യും, ചിലപ്പോൾ ഗസ്റ്റ് ഒക്കെ വന്ന് വിസിറ്റ് ചെയ്യും. അപ്പൊ ശീല പ്രഭുപാദ് അവർക്ക് ഉത്തരങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കും. അപ്പൊ അങ്ങനെ പോകുന്ന സമയത്ത് പലപ്പോഴും പിന്നെ ഈ പ്രോഗ്രാം ഒക്കെ കഴിഞ്ഞ ശേഷം പിന്നെ ആകെ ശീല പ്രഭുപാദ് ഉണ്ടാവും, പിന്നെ ആ ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ ഭാര്യ, അവർ 3 പേര് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പൊ അവര് പറയും, അപ്പൊ നമുക്കും അപ്പൊ അവര് വീണ്ടും ചിലപ്പോൾ ചോദിക്കും, ഈ രാധാകൃഷ്ണ ലീലയെ പറ്റി എനിക്ക് പറഞ്ഞുതരാൻ പറ്റുമോ? ഈ അവരെ പറ്റിയുള്ള ലീലയും രാസലീലയെ പറ്റിയൊക്കെ പറഞ്ഞു തരുമോ അങ്ങ് കൊണ്ട് അവർ ചോദിച്ചു. അപ്പൊ ആദ്യം ശീല പ്രഭുപാദ് പറഞ്ഞു, ഇല്ല, അതിനെപ്പറ്റി എനിക്ക് അത്രയും അറിവില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞു. എനിക്ക് അതിനെപ്പറ്റി അത്ര അറിവില്ല. അദ്ദേഹത്തിന്റെ ഹ്യൂമിലിറ്റി കൊണ്ട് അദ്ദേഹം അങ്ങനെ പറഞ്ഞു. വീണ്ടും വീണ്ടും ചോദിച്ചപ്പോൾ പറഞ്ഞു, ഇല്ല, എനിക്ക് അതിനെപ്പറ്റി അറിയില്ല എന്ന് പറഞ്ഞു. പിന്നെ മൂന്നാമത് വീണ്ടും ചോദിച്ചു, എനിക്ക് ഇതിനെപ്പറ്റി അറിയണം, പറഞ്ഞു തരാൻ പറ്റുമോ, അങ്ങ് പറഞ്ഞു തരുമോ എന്ന് വീണ്ടും വീണ്ടും ചോദിച്ച സമയത്ത് ശീല പ്രഭുപാദ് അവിടെ വളരെ വ്യക്തമായിട്ട് ഒരു ഉത്തരം കൊടുത്തു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം വളരെ എളിമത്തത്തോടെ പറഞ്ഞു, ചിലപ്പോൾ നിങ്ങൾക്ക് ഈ ലീലകളെ പറ്റി കേൾക്കാനുള്ള യോഗ്യത ഉണ്ടാവായിരിക്കും, പക്ഷെ എനിക്ക് ഒരിക്കലും ഈ ലീലകളെ പറ്റി പറഞ്ഞു തരാനുള്ള യോഗ്യത എനിക്കില്ല എന്ന് എളിമത്തത്തോടെ ശീല പ്രഭുപാദ് അവിടെ പറഞ്ഞു. അപ്പൊ നമ്മളത് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ശീല പ്രഭുപാദിന് അത്രയും ഒരു ഒരു പരിശുദ്ധ ആചാര്യനും അല്ലെ, പരിശുദ്ധ ഭക്തനുമായിട്ടുള്ള അദ്ദേഹം അങ്ങനെ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ഒരിക്കലും നമ്മൾ പബ്ലിക്കായിട്ട് ഈ ലീലയെ പറ്റി ചർച്ച ചെയ്യപ്പെടാൻ പാടില്ല. അപ്പൊ ഈവൻ നമുക്കറിയാൻ സാധിക്കും, നമുക്ക് എന്ത് അറിയണമോ അത് ശീല പ്രഭുപാദ് എന്ന ഗ്രന്ഥങ്ങൾ തന്നിരിക്കുകയാണ് അല്ലെ. അപ്പൊ നമ്മളപ്പോ ഒരു വ്യക്തിക്ക് ഒന്നാമത്തെ സ്കന്ധം മുതൽ 9ാമത്തെ സ്കന്ധം വരെയ്ക്ക് വായിച്ച ശേഷമാണ് അദ്ദേഹം 10ാം സ്കന്ധത്തിൽ ഈ രാസലീലയെ പറ്റിയൊക്കെ ചർച്ച ചെയ്യപ്പെടുന്നത്. അപ്പൊ ഒരിക്കലും നമ്മൾ ഡയറക്റ്റ് ആയിട്ട് അതിലോട്ട് ജമ്പ് ചെയ്യാൻ പാടില്ലെന്നാണ് ശീല പ്രഭുപാദ് പറയുന്നത്. അപ്പൊ അങ്ങനെ ജമ്പ് ചെയ്യുന്ന വ്യക്തിക്ക് അദ്ദേഹം അത് വായിച്ച് അദ്ദേഹം മനസ്സിൽ തെറ്റായ രീതിയിൽ അദ്ദേഹത്തിന്റെ മനസ്സിൽ അപരാധങ്ങൾ അദ്ദേഹം ക്രിയേറ്റ് ചെയ്യും. അതുകൊണ്ട് നമുക്ക് ആദ്യം എന്താണ് ഭഗവാൻ കൃഷ്ണൻ എന്ന തത്വത്തിൽ മനസ്സിലാക്കിയ ശേഷം മാത്രമാണ് ഒരു വ്യക്തി ആക്ച്വലി 10ാം സ്കന്ധത്തിലോട്ട് കിടക്കുന്നത്. എന്നാൽ അദ്ദേഹത്തിന് എന്താണ് അതിന്റെ റിയൽ മൂഡ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുക. അതുകൊണ്ടാണ് നമുക്ക് ആചാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് നമുക്ക് തന്നിരിക്കുന്നത്. അല്ലെങ്കിൽ ആൾക്കാർ ഇത് പല രീതിയിൽ ഇതിനെ ഇന്റർപ്രറ്റ് ചെയ്യും. അപ്പൊ പല അപവാദങ്ങളും ആ രീതിയിലൊക്കെ അവർ ഇതിനെപ്പറ്റി ചിന്തിക്കും, തെറ്റായ രീതിയിൽ അതിന് ഇന്റർപ്രിട്ടേഷൻ കൊടുക്കും. അപ്പൊ അതുകൊണ്ടാണ് നമുക്ക് ശീല പ്രഭുപാദ് നമുക്ക് ആചാര്യന്മാർ തന്നിരിക്കുന്ന നമുക്ക് ആ ഇൻസ്ട്രക്ഷൻ നമ്മൾ ഫോളോ ചെയ്യുന്ന കാര്യമാണ്. അപ്പൊ നമുക്കും അതൊരു ഇതാണ്, നമുക്ക് ശീല പ്രഭുപാദിന്റെ ഗ്രന്ഥങ്ങൾ വായിക്കാനുള്ളതാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ള കാര്യങ്ങൾ. അതിൽ എന്ത് നമുക്ക് ഒരു വ്യക്തിക്ക് ഭക്തിയെ പറ്റി അറിയാനും പരിശുദ്ധ ഭക്തനാവാനുള്ള എല്ലാ കാര്യങ്ങളും അതിൽ കൊടുത്തിരിക്കുകയാണ്. അപ്പൊ നമ്മൾ ഒരിക്കലും അതിനെ ബൈപാസ് ചെയ്തുകൊണ്ട് വലിയ വലിയ ആചാര്യന്മാരുടെ ഗ്രന്ഥങ്ങൾ വായിക്കേണ്ട യാതൊരു ആവശ്യവും നമുക്ക് വരുന്നില്ല. ഈ ഗ്രന്ഥങ്ങൾ വായിച്ചാൽ തന്നെ നമുക്ക് വ്യക്തമായിട്ട് അതിനെ മനസ്സിലാക്കാൻ സാധിക്കും. അല്ലാതെ നമുക്ക് അതിനെ ബൈപാസ് ചെയ്തുകൊണ്ട് വലിയ വലിയ ആചാര്യന്മാരുടെ ഗ്രന്ഥങ്ങൾ വായിച്ചാൽ നമുക്ക് ഒരിക്കലും അത് മനസ്സിലാക്കാൻ സാധിക്കില്ല. അൾട്ടിമേറ്റ്ലി നമ്മൾ എന്താ ചെയ്യുക, നമ്മൾ അത് വായിച്ച് നമ്മൾ കൺഫ്യൂസ്ഡ് ആവുകയും ചെയ്യും. നമ്മളൊരു എക്സാമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ 1ാം ക്ലാസ്സോ 2ാം ക്ലാസ്സോ പഠിക്കുന്ന കുട്ടികൾക്ക്
നമുക്ക് അവരുടെ കപ്പാസിറ്റി എന്താണോ അനുസരിച്ചാണ് നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു തരുന്നത്. അതുപോലെ തന്നെ ശീലപ്രഭുപാദ് നമുക്ക് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അങ്ങനത്തെ ചെറിയ നിയോഫൈറ്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് ശീലപ്രഭുപാദും അതേ രീതിയിൽ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ ഭഗവത്ഗീതയുടെയും പിന്നെ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ട് ശ്രീമദ് ഭാഗവതം പിന്നെ അഡ്വാൻസ്ഡ് ലെവലിൽ ചൈതന്യ ചരിതാമൃതം എന്ന ഗ്രന്ഥത്തിലൂടെ ഒക്കെ പറഞ്ഞ് തന്നിരിക്കുകയാണ്. അപ്പൊ നമുക്ക് അത് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. നമുക്ക് പലപ്പോഴും എത്ര തവണ വായിച്ചാലും പല കാര്യങ്ങളും നമുക്ക് ഓർത്തെടുക്കാൻ സാധിക്കാറില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുക. അപ്പൊ ബേസിക് ആയിട്ട് നമുക്ക് ഒരു ചെറിയ കുട്ടിക്ക് സ്കൂളിൽ ചിലപ്പോൾ അഡീഷൻ, സബ്ട്രാക്ഷൻ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കും. പക്ഷെ അതേ കുട്ടിക്ക് നമ്മളിപ്പോൾ വലിയ വലിയ ഡിഫറൻഷ്യൽ കാൽക്കുലസോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ട്രിഗണോമെട്രി ഒക്കെ പറഞ്ഞു കൊടുത്താൽ അദ്ദേഹത്തിന് മനസ്സിലാവില്ല. അപ്പൊ അദ്ദേഹം അത് മനസ്സിലാക്കാൻ പറ്റില്ല. അപ്പൊ അദ്ദേഹം ആകെ കൺഫ്യൂസ്ഡ് ആവും. അതുപോലെ തന്നെ നമുക്കും ശീലപ്രഭുവിന്റെ ഗ്രന്ഥങ്ങൾ വളരെ വ്യക്തമായിട്ടും എന്താണോ നമുക്ക് വേണ്ടതെന്നുള്ള കാര്യങ്ങൾ ഇതിൽ പറഞ്ഞു തന്നിരിക്കുകയാണ്. ഒരു വ്യക്തി അതനുസരിച്ച് അതിനെ മനസ്സിലാക്കി എടുക്കുക. അപ്പൊ എന്താണ് തത്വം എന്ന് മനസ്സിലാക്കി അദ്ദേഹം ജീവിതത്തിൽ ആ തത്വങ്ങളെ പാലിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ. അല്ലാതെ നമ്മൾ ഒരിക്കലും കൂടുതലായിട്ട് നമുക്ക് ഈ രാഗാനുഗ ഭക്തിയെ പറ്റി അറിയാൻ വേണ്ടിയിട്ട് വേറെ വേറെ ഗ്രന്ഥങ്ങളോ അല്ലെങ്കിൽ നമ്മൾ അതൊക്കെ സെർച്ച് ചെയ്ത് പോകേണ്ട യാതൊരു ആവശ്യവുമില്ല. എന്നാൽ അൾട്ടിമേറ്റ്ലി ഈ ഒരു ഇതൊക്കെ മനസ്സിലാക്കുന്ന ഉദ്ദേശം എന്താണ്? നമ്മൾ ഭഗവാന് പരിശുദ്ധ ഭക്തിയോടെ സേവനം ചെയ്യാനുള്ള കാര്യമാണ് നമ്മൾ ചെയ്യേണ്ടത്. അൾട്ടിമേറ്റ്ലി നമ്മൾ ചെയ്യേണ്ട കാര്യം. അപ്പൊ അതാണ് അതിന്റെ അൾട്ടിമേറ്റ്. അത് തന്നെയാണ് ശീലപ്രഭാതത്തിന്റെ ഗ്രന്ഥങ്ങളിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പൊ അത് നമുക്ക് തിരുനാമ ജപത്തിലൂടെ ഒരു വ്യക്തിക്ക് അതിന് പൂർണ്ണമായിട്ടും ആ പരിശുദ്ധ ഭക്തി ഒരു വ്യക്തിക്ക് വളർത്തിയെടുക്കാൻ സാധിക്കും. അപ്പൊ അതിന് ആ ഒരു തിരുനാമത്തിന് ഊന്നൽ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ശീലപ്രഭാത് എന്ന ഗ്രന്ഥങ്ങളും ഇതൊക്കെ നമുക്ക് തന്നിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഈ ശ്ലോകം 43 കൃഷ്ണേര വിയോഗേ യഥ പ്രേമചേഷ്ടിത ആസ്വാദീയ പൂർണ്ണകൈല ആപനവാഞ്ചിത. ശബ്ദാർത്ഥം കൃഷ്ണ ഭഗവാന്റെ വിയോഗെ വേർപാടിൽ യഥ എന്ന പോലെ പ്രേമ കാര്യങ്ങൾ ചേഷ്ടിത പ്രവർത്തികൾ ആസ്വാദീയ അവയെ ആസ്വദിക്കുക പൂർത്തീകരിച്ച് കൈല ചെയ്തു ആപന സ്വന്തം വാഞ്ചിത അഭിലാഷങ്ങൾ. വിവർത്തനം ഭാവാർത്ഥം കൃഷ്ണകൃപാമൂർത്തി ശ്രീ ശ്രീമദ് ചരണാനന്ദ ഭക്തി ശ്രീ ജയ്. വിവർത്തനം കൃഷ്ണനിൽ നിന്നുള്ള വികാരത്തിൽ ശ്രീചൈതന്യ മഹാപ്രഭു നിർവൃതികരമായ ഈ പ്രേമചേഷ്ടകൾ ആസ്വദിക്കുകയും അപ്രകാരം അവിടുന്ന് തന്റെ അഭിലാഷം പൂർത്തീകരിക്കുകയും ചെയ്തു. ഭാവാർത്ഥം കൃഷ്ണനോട് രാധാറാണിക്ക് അനുഭവപ്പെട്ടിരുന്ന വികാരങ്ങൾ ആസ്വദിക്കാനാണ് ചൈതന്യ മഹാപ്രഭു അവതരിച്ചതെന്ന് ചൈതന്യ ചരിതാമൃതത്തിന്റെ ആരംഭത്തിൽ പറഞ്ഞിട്ടുണ്ട്. രാധാറാണിക്ക് തന്നോടുണ്ടായിരുന്ന പ്രേമത്തിന്റെ ദിവ്യാനുഭൂതി മനസ്സിലാക്കാൻ കൃഷ്ണന് സ്വയം സാധിച്ചിരുന്നില്ല. അതിനാൽ രാധാറാണിയുടെ ഭാവം സ്വീകരിക്കാനും ആ വികാരങ്ങൾ ആസ്വദിക്കാനും അവിടുന്ന് കാംക്ഷിച്ചു. ശ്രീചൈതന്യൻ രാധാറാണിയുടെ വികാരങ്ങളോട് കൂടിയ കൃഷ്ണനാണ്. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ അവിടുന്ന് രാധയുടെയും കൃഷ്ണന്റെയും ഒരു സംയോജനമാണ്. അതിനാൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു: ശ്രീകൃഷ്ണ ചൈതന്യ രാധാകൃഷ്ണൻ നഹേ അന്യ. ശ്രീ ചൈതന്യ മഹാപ്രഭുവിനെ മാത്രം ആരാധിക്കുന്നതിലൂടെ ഒരുവന് രാധയുടെയും കൃഷ്ണന്റെയും പ്രേമ വ്യവഹാരങ്ങൾ ഒരുമിച്ച് രുചിക്കാൻ കഴിയും. അതിനാൽ രാധയെയും കൃഷ്ണനെയും നേരിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കാതെ ശ്രീചൈതന്യ മഹാപ്രഭുവിലൂടെയും അവിടുത്തെ ഭക്തന്മാരിലൂടെയും മനസ്സിലാക്കാൻ ശ്രമിക്കണം. ശ്രീ നരോത്തമദാസ് ഠാക്കൂർ പറയുന്നു: രൂപരഘുനാഥ പദേ ഹൈബേ ആക്കോതി കപേ ഹബേ ഭുജഹ സേവ് യുഗല പ്രീതി. രൂപ ഗോസ്വാമിക്കും സനാതന ഗോസ്വാമിക്കും രഘുനാഥദാസ് ഗോസ്വാമിക്കും മറ്റു ചൈതന്യ ഭക്തന്മാർക്കും സേവനം അർപ്പിച്ച് അപ്രകാരം ശ്രീ രാധയുടെയും കൃഷ്ണന്റെയും ലീലകൾ മനസ്സിലാക്കാൻ അർഹത നേടുന്ന ഒരു മനോഭാവം എപ്പോഴാണ് എനിക്ക് ഉണ്ടാകുക. അപ്പൊ ഈ ഒരു ഇതിൽ പറയുന്നു എങ്ങനെയാണ് ചൈതന്യ മഹാപ്രഭു ആ ഒരു കൃഷ്ണനിലെ വിരഹവികാരത്തിൽ ചൈതന്യ മഹാപ്രഭു അദ്ദേഹത്തിന്റെ പ്രേമചേഷ്ടകൾ ആസ്വദിക്കുകയും അപ്രകാരം അദ്ദേഹം അഭിലാഷം പൂർത്തീകരിക്കുകയും ചെയ്തു ഉള്ള കാര്യങ്ങളാണ് പറയുന്നത്. അപ്പൊ അതിന്റെ ഭാവാർത്ഥത്തില് വളരെ വ്യക്തമായിട്ട് പറഞ്ഞില്ല ചൈതന്യ മഹാപ്രഭു അവതരിച്ചത് എന്താണ്? ഭഗവാൻ രാധാറാണി അനുഭവിക്കുന്ന ആ സന്തോഷം, അനുഭവിക്കുന്ന ആ ഒരു ഭക്തിയും എന്താണ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ചൈതന്യ മഹാപ്രഭു ആയിട്ട് കൃഷ്ണൻ അവതരിച്ചത് ഉള്ള കാര്യം ഇതിൽ വളരെ വ്യക്തമായിട്ടും ഇതിൽ നമ്മൾ ലീലയിൽ തന്നെ ആദ്യത്തെ ഭാഗത്തിൽ നമ്മൾ പഠിച്ചു അല്ലെ, പല കാരണങ്ങൾ എന്തിനാണെന്നുള്ളത്. അപ്പൊ അതുപോലെ തന്നെ ഇതിൽ പറഞ്ഞിരിക്കുന്നു, അപ്പം നമുക്ക് ചൈതന്യ മഹാപ്രഭു ആരാധിക്കുന്നുണ്ട് ഒരു വ്യക്തിക്ക് നമ്മൾ രാധാകൃഷ്ണന്മാരെ ആരാധിക്കുന്നത് തുല്യമാണ്. കാരണം ശ്രീകൃഷ്ണ ചൈതന്യ രാധാകൃഷ്ണൻ നഹേ അന്യ എന്നാണ് അല്ലെ. അപ്പൊ നമുക്ക് ചൈതന്യ മഹാപ്രഭുവിടെ മാത്രമാണ് രാധാകൃഷ്ണനെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. അല്ലാതെ ഒരിക്കലും നമുക്ക് എത്രത്തോളം നമ്മുടെ പാണ്ഡിത്യം കൊണ്ടോ അല്ലെങ്കിൽ കഴിവുകൾ കൊണ്ടോ ഒന്നും ഒരിക്കലും രാധാറാണിയും കൃഷ്ണനെ പറ്റി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പം ചൈതന്യ മഹാപ്രഭു അദ്ദേഹത്തിന്റെ അനുയായികളായിട്ടുള്ള ഭക്തന്മാരുടെയും അവരെ സേവനങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ട് ഒരു വ്യക്തിക്ക് പൂർണ്ണമായിട്ടും ഈ തത്വങ്ങളെ മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. അപ്പം ഇതിൽ പറഞ്ഞ പോലെ തന്നെ അപ്പം നമുക്ക് രാധാകൃഷ്ണൻ നേരിട്ട് മനസ്സിലാക്കാൻ
ശ്രമിക്കാതെ നമ്മൾ ചൈതന്യ മഹാപ്രഭു അദ്ദേഹത്തിന്റെ അനുയായികളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് നമുക്ക് നമുക്ക് പലപ്പോഴും വൈഷ്ണവ ഗീതങ്ങളിലൊക്കെ അല്ലെ നമുക്ക് നമ്മൾ ഈ ഗീതങ്ങളൊക്കെ പാടുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അല്ലെ അവര് ഏത് മൂടോടെയാണ് ആക്ച്വലി അവര് ഭക്തി പരിശീലിക്കുന്ന കാര്യം അല്ലെ. അപ്പൊ അവര് പറയുന്നതാണ്, അപ്പം എനിക്കൊരു യോഗ്യതയും ഇല്ല, അല്ലെങ്കിൽ ഞാൻ അയോഗ്യനാണ്, എന്നെനിക്ക് ഭഗവാന് അങ്ങയുടെ കാര്യം എനിക്ക് കിട്ടും എന്നുള്ള രീതിയിലാണ് അവര് ആക്ച്വലി ഓരോ ഗീതങ്ങളിലും അവരുടെ എളിമത്വമാണ് നമുക്ക് കോമൺ ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കും അല്ലെ. ഒരിക്കലും അവർ ചിന്തിക്കുന്നില്ല ഞാൻ എല്ലാത്തിനെയും മനസ്സിലാക്കി അല്ലെങ്കിൽ ഞാൻ ഒരു പരിശുദ്ധ ഭക്തനാണെന്നോ ഇല്ല. അപ്പൊ അപ്പൊ എന്താണ് അവര് ഏറ്റവും പതീതനായിട്ടുള്ള ഒരു വ്യക്തിയായിട്ടാണ് അവരെ കാണുന്നത് ആക്ച്വലി. അപ്പൊ നമ്മൾ ആദ്യം നമുക്ക് ആത്മീയതയിൽ മുന്നേറാൻ വേണ്ടി നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം തന്നെയാണ്, നമ്മൾ എത്രത്തോളം നമ്മൾ എളിമത്വം വളർത്തിയെടുക്കുന്നു അത്രത്തോളം നമുക്ക് ആത്മീയ ജീവിതത്തിൽ നമുക്ക് വളരെ എളുപ്പമായിട്ടും നമുക്ക് മുന്നേറാൻ പറ്റും എന്നുള്ളതാണ് അല്ലെ. അതുകൊണ്ടാണ് അപ്പൊ നമുക്ക് നോക്കുകയാണെങ്കിൽ എളിമത്വം എത്രത്തോളം കൂടുന്നു അത്രയും എളുപ്പമായിട്ട് നമുക്ക് ആത്മീയതയിൽ മുന്നേറാൻ പറ്റും. എത്രത്തോളം എനിക്ക് അഹംഭാവം കൂടുന്നു അത്രത്തോളം എനിക്ക് ആത്മീയതയിൽ വളരെ വളരെ ബുദ്ധിമുട്ടായിട്ട് മാറും എന്നാണ് ആചാര്യന്മാർ പറയുന്നത്. അപ്പൊ എളിമത്വം എന്ന ക്വാളിറ്റി വളർത്തിയെടുക്കുക എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. ഈവൻ നമ്മൾ ശീല പ്രഭുപാദിന്റെ നമ്മൾ ഏതൊരു ഗ്രന്ഥം എടുത്ത് വായിച്ചാലും അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ലീലാമൃത എന്ന ഗ്രന്ഥത്തിൽ വായിച്ചാലും പ്രഭുപാദിന്റെ എളിമത്വം നമുക്ക് കാണാൻ സാധിക്കും അല്ലെ. പലപ്പോഴും ഇപ്പൊ ഏതൊരു ചെറിയൊരു വ്യക്തി നമ്മളെ കറക്റ്റ് ചെയ്താലും നമ്മൾ അതിനെന്താ ചെയ്യുക, നമ്മൾ അതിലൊരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഇത് എടുക്കുക എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കേണ്ടത് അല്ലെ. നമ്മൾ പലപ്പോഴും ചൈതന്യ മഹാപ്രഭുവിന്റെ ഒരു ശീല പ്രഭുപാദ് ലീലാമൃതയിൽ തന്നെ ഒന്ന് രണ്ട് ഇൻസ്റ്റൻസ് അതിൽ വരുന്നുണ്ട്. അപ്പം നമ്മൾ കാണാൻ സാധിക്കും. അപ്പം ശീല പ്രഭുപാദ് ഇനീഷ്യലി അദ്ദേഹം ബാക്ക് ടു ഗോഡൻ മാഗസിൻ അദ്ദേഹം പ്രിന്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അറിയാൻ സാധിക്കും അദ്ദേഹം തന്നെയാണ് അത് എഴുതുകയും അതിനെ പ്രിന്റ് ചെയ്യുകയും അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനൊക്കെ പേഴ്സണലി അദ്ദേഹം പോയിക്കൊണ്ടേയിരുന്നു. അപ്പൊ അങ്ങനെ പോകുന്ന സമയത്ത് അദ്ദേഹം ഒരു ചായക്കടയിൽ പോയ സമയത്ത് ഒരു ഒരു സാധാരണ ഒരു വ്യക്തി അതായത് ശീലപ്രഭാതത്ത് പറഞ്ഞു, അല്ലയോ അല്ലയോ സ്വാമി, നിങ്ങൾ ഈ ഒരു മാഗസിൻ പത്രിക എഴുതുന്ന വളരെ നല്ല കാര്യം തന്നെയാണ്. പക്ഷെ ഇതൊക്കെ ഈ പത്രിക ആണെന്നുണ്ടെങ്കിൽ ആൾക്കാർ ചിലപ്പോൾ നോക്കും, വായിക്കും, എന്നിട്ട് അത് എവിടെയെങ്കിലൊക്കെ ചിലപ്പോൾ എടുത്തിടും. പക്ഷെ അതേ സമയത്ത് നിങ്ങൾ ഒരു ബുക്ക് പ്രിന്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് ആൾക്കാർ എന്തെന്നും സൂക്ഷിക്കും എന്നുള്ള ഒരു അഡ്വൈസ് അദ്ദേഹം കൊടുത്തു. അപ്പോൾ ശീലപ്രഭാത് ഉടനെ തന്നെ അദ്ദേഹം ചിന്തിച്ചു, ഇത് ഭഗവാനായിട്ട് തന്നെയാണ് എനിക്ക് ഈ ഒരു വ്യക്തിയുടെ ഈ ഒരു ഉപദേശം എനിക്ക് തരുന്നത് എന്നുള്ള രീതിയിൽ അതിനെ മനസ്സിലായിക്കൊണ്ട് അദ്ദേഹം ആ ഒരു ഉപദേശത്തിനെ അദ്ദേഹം അതിനൊരു ഇതായിട്ട് എടുത്തുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തു, പിന്നെ ബുക്കൊക്കെ പ്രിന്റ് ചെയ്യാൻ തുടങ്ങി. അപ്പൊ ഒരിക്കലും അദ്ദേഹം ചിന്തിച്ചില്ല ഈ ഒരു വ്യക്തി ആരാണ് എന്നെ ഉപദേശിക്കാൻ, ഞാൻ വലിയൊരു സ്വാമിയാണ്, സന്യാസിയാണ്, ഇദ്ദേഹം ഒരു ചെറിയൊരു വ്യക്തിയാണ്, ഇദ്ദേഹത്തിന് എന്ത് അധികാരമാണുള്ളത് എന്നെ ഉപദേശിക്കാൻ എന്ന് അദ്ദേഹം ചിന്തിച്ചില്ല. പക്ഷെ അദ്ദേഹം എന്ത് ചെയ്തു, അപ്പൊ അദ്ദേഹം ഈ ഒരു ഉപദേശത്തിന് എടുത്തുകൊണ്ട് അദ്ദേഹം മനസ്സിലാക്കി ഇത് എനിക്ക് ഭഗവാൻ തന്നെയാണ് ഈ വ്യക്തിയോട് എനിക്ക് പറഞ്ഞു തരുന്നുള്ള ഉപദേശം മനസ്സിലാക്കി. അപ്പൊ എല്ലാത്തിലും അപ്പൊ എന്ത് കാര്യത്തിലും ഒരു നന്മ നമുക്ക് എല്ലാത്തിലും കാണാൻ സാധിക്കും. എത്ര എത്ര വ്യക്തികൾക്ക് എന്തെങ്കിലും തിന്മ ഉണ്ടെങ്കിലും വ്യക്തികളുടെ നന്മ കണ്ടുകൊണ്ട് അതിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും പഠിച്ചെടുത്തു കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും മുന്നേറാൻ സാധിക്കും. അപ്പം അതുപോലെ തന്നെ ആണ്. അപ്പൊ രണ്ടാമത് ഇതുപോലെ തന്നെ ഒരു ഇൻസിഡൻസ് നടന്നത് എനിക്കൊന്ന് ഓസ്ട്രേലിയയിൽ ഇവിടെ വെച്ചായിരുന്നു. അപ്പൊ ശീല പ്രഭുപാദ് അദ്ദേഹത്തിന്റെ ഇങ്ങനെ വന്നു. അപ്പൊ ഒരു ടെമ്പിൾ ഓപ്പണിംഗ് സമയത്ത് എന്തോ ആയിരുന്നു. അപ്പൊ ആ സമയത്ത് ശീല പ്രഭുപാദ് ഇതുപോലെ തന്നെ അപ്പൊ അദ്ദേഹം അഭിഷേകത്തിലുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ച സമയത്ത് ശിഷ്യന്മാർക്കൊന്നും അറിയില്ല അഭിഷേകത്തിന് എന്തൊക്കെയാണ് അറേഞ്ച് ചെയ്യേണ്ടത് ഉള്ള രീതിയിലൊക്കെ അദ്ദേഹം ചിന്തിച്ചു. അപ്പൊ അവരാദ്യം കുക്ക് ചെയ്ത ഫുഡൊക്കെ എടുത്തുകൊണ്ട് വന്നു അഭിഷേകത്തിന് വേണ്ടിയിട്ട്. അങ്ങനെ അവർക്ക് അത് അറിയില്ലായിരുന്നു എന്താണ് അഭിഷേകം എന്ന് അറിഞ്ഞില്ല. അപ്പൊ ശീല പ്രഭുപാദ് അവിടെ വന്ന് ആക്ച്വലി ഭയങ്കരമായിട്ട് അദ്ദേഹം ടെൻസ്ഡ് ആയി ആക്ച്വലി. കാരണം ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓസ്ട്രേലിയയുടെ മെയിൻ ആയിട്ടുള്ള അദ്ദേഹത്തിന്റെ ചീഫ് ആയിട്ടുള്ള പ്രൈം മിനിസ്റ്റർ അദ്ദേഹം വന്നിരിക്കുകയാണ്. പിന്നെ ആൾക്കാർ ഇവിടെ ടെമ്പിൾ ഓപ്പണിംഗിന് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇതിനിടയ്ക്ക് ഇവര് അഭിഷേകത്തിനുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടില്ല. അപ്പൊ അങ്ങനെ അത്രയും ടെൻസ്ഡ് ആയ സിറ്റുവേഷനിൽ അദ്ദേഹം ഒരുപാട് ദേഷ്യപ്പെട്ട് നിൽക്കുകയായിരുന്നു. അപ്പൊ ശിഷ്യന്മാർക്ക് ചോദിക്കുമ്പോൾ അവർ വേറെ കൊണ്ടുതരുന്നു, ഒന്നും റെഡി ആയിട്ടില്ല. അപ്പൊ അദ്ദേഹം ഇത്രയും ടെൻസ്ഡ് ആയ സമയത്ത് അദ്ദേഹം ശിഷ്യന്മാരെ ആക്ച്വലി ശകാരിച്ചു. അപ്പൊ അദ്ദേഹം ആ മൂഡിലപ്പോ ഒരു വ്യക്തി അവിടെ ഒരു കോമൺ ആയിട്ടുള്ള ഒരു വ്യക്തി, ഒരു പുതിയൊരു വ്യക്തിയാണ്. അപ്പൊ അദ്ദേഹം അമ്പലത്തിൽ ഒന്നോ രണ്ടോ ദിവസമായിട്ട് വരുന്നുള്ളൂ. അപ്പൊ വന്ന ഉടനെ തന്നെ പ്രഭുപാദത്ത് ചോദിച്ചു, ശീല പ്രഭുപാദ് അങ്ങ് എന്തിനാണ് ഇത്രയും ദേഷ്യപ്പെടുന്നത്, നിങ്ങൾ എപ്പോഴും പറയാറുണ്ടല്ലോ ചാൻ ഹരേ കൃഷ്ണ ആൻഡ് ബി ഹാപ്പി എന്ന് പറയാറുണ്ടല്ലോ, പിന്നെ എന്തിനാണ് ഇത്ര ആങ്ഷ്യസ് ആവുന്നത്, എന്തിനാണ് ഇത്രയും ഉത്കണ്ഠ കൊണ്ടുവരുന്നത് എന്ന് ചോദിച്ചു. അപ്പൊ ഉടനെ തന്നെ അദ്ദേഹം എന്ത് ചെയ്യുന്നു, അപ്പൊ ഉടനെ ചിന്തിച്ചു ഞാൻ എന്തിനാണ് ഇത്രയും ദേഷ്യപ്പെടേണ്ട ആവശ്യം എന്തിനാണ് ഇവിടെ എന്നുള്ളത് ചിന്തിച്ചുകൊണ്ട് അദ്ദേഹം മാറി നിന്നുകൊണ്ട് കുറച്ചു നേരം നാമം ജപിച്ചു. പിന്നെ കുറച്ച് കഴിയുമ്പോഴേക്കും അവരെല്ലാം കാര്യങ്ങൾ പ്രിപ്പയർ ചെയ്തു, അങ്ങനെ അഭിഷേകം ചെയ്ത് ആ ടെമ്പിൾ ഓപ്പണിംഗ് നടന്നു. അപ്പൊ നമുക്ക് ഈ ഒരു ഒന്ന് രണ്ട് ഇൻസിഡൻസ് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ അത്രയും എളിമത്വം ഉണ്ടെങ്കിൽ ഒരു വ്യക്തിക്ക് ഈ ഒരു വ്യക്തിയിൽ നിന്ന് ഉപദേശം സ്വീകരിക്കാൻ സാധിക്കും. അപ്പൊ നമ്മൾ ചിന്തിക്കുകയാണ് എനിക്ക് എല്ലാം അറിയാം, അപ്പൊ എനിക്ക് ഈ വ്യക്തി ആരാണ് എന്നെ പറഞ്ഞു തരാൻ എന്ന് ചിന്തിക്കുകയാണെങ്കിൽ നമ്മൾ ഒരിക്കലും ഒരു വ്യക്തി ഒന്നും കേൾക്കാൻ പറ്റില്ല. അപ്പൊ നമുക്ക് എപ്പോഴും മനസ്സിലാക്കാം ഞാൻ എപ്പോഴും സ്റ്റുഡന്റ് ആണ് ഉള്ള കാര്യത്തിൽ നമ്മൾ മനസ്സിലാക്കുക. ഇപ്പൊ എന്നെക്കാട്ടും ഒരു വ്യക്തി ഞാൻ ഭക്തിയിൽ വന്ന ശേഷം വന്നൊരു വ്യക്തിയിൽ നിന്നാണെങ്കിൽ കൂടി ഒരു വ്യക്തി ഒരു ഉപദേശം പറയാനും നമുക്ക് കേൾക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണോ അപ്പൊ നമ്മൾ നോക്കാനുണ്ടെങ്കിൽ. കാരണം അത് നമ്മുടെ ഭക്തിയെ ഉദ്ധരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഒരു വ്യക്തി എന്തെങ്കിലും ഒരു സജഷൻ തരികയാണ് നമ്മൾ കേൾക്കാനുള്ള ഒരു മനോഭാവം കൊണ്ടുവരിക. അല്ലെങ്കിൽ ഒരിക്കലും നമ്മൾ ചിന്തിക്കരുത് ഞാൻ ഓരോന്നൊരു ഒരു വ്യക്തിയാണ്, ഞാൻ എന്തിനാണ് ഈ വ്യക്തി എന്ന് കേൾക്കണം എന്നുള്ള കാര്യം. അപ്പൊ അതുകൊണ്ടാണ് എപ്പോഴും പറയുന്നത് നമുക്ക് രണ്ട് ചെവി ഒരു
നമുക്ക് ഒരു വായു എന്തുകൊണ്ടാണ് ഭഗവാൻ തന്നിരിക്കുന്നത്? നമ്മൾ കൂടുതൽ കേൾക്കുക, കുറച്ച് സംസാരിക്കുക എന്നാണ് ഒരു ആചാര്യം പറയും. നമ്മൾ പലപ്പോഴും എന്താ ചെയ്യുക? നമ്മൾ കുറഞ്ഞ് കേൾക്കും, കൂടുതൽ സംസാരിക്കും. അപ്പൊ കൂടുതൽ കേൾക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ആക്ച്വലി രണ്ട് ചെവി തന്നിരിക്കുന്നത്, നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ. അതുകൊണ്ട് നമ്മൾ കൂടുതൽ കേൾക്കുക. അപ്പം നന്മകളെ പറ്റി നമ്മൾ കേൾക്കുക. നമ്മൾ പലതും കേൾക്കേണ്ടി വരും, പക്ഷെ എന്നാലും എല്ലാം നിന്ന് നമ്മൾ നന്മകൾ കേട്ടുകൊണ്ട് അത് നമ്മൾ ലൈഫിൽ ഇംപ്ലിമെന്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും എന്നുള്ള കാര്യമാണ് മനസ്സിലാക്കുക. അതുപോലെ തന്നെയാണ് ശീല പ്രഭുപാദിന്റെ ജീവിതത്തിലും അദ്ദേഹം എളിമത്തത്തോടെ അതിനെ സ്വീകരിക്കുകയും അതിനെ അദ്ദേഹം അപ്ലൈ ചെയ്യുകയും ചെയ്തു. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ അവസ്ഥ എന്താണ്? അപ്പൊ നമ്മൾ അതുപോലെ തന്നെ ഏതെങ്കിലും വ്യക്തി ഉപദേശം തരുമ്പോൾ മനസ്സിലാക്കുക, അത് നമുക്ക് പ്രാക്ടിക്കൽ ആണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ കേട്ട് മനസ്സിലാക്കി അതിനെ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. അപ്പൊ ആദ്യം കേൾക്കാനുള്ള മനോഭാവം, സന്മനസ് നമ്മൾ കൊണ്ടുവരാനുള്ളതാണ് ആദ്യത്തെ ഒരു ക്വാളിഫിക്കേഷൻ. അപ്പൊ ഇതിലും അതുപോലെ തന്നെയാണ് പറയുന്നത്. അപ്പൊ ഇതിലും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിൽ പറയാം അല്ലെ. അപ്പം അതിനാൽ രാധനെയും കൃഷ്ണനെയും നേരിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കാതെ ശ്രീചൈതന്യ മഹാപ്രഭുവിലൂടെയും അവിടുത്തെ ഭക്തന്മാരുടെയും മനസ്സിലാക്കാൻ ശ്രമിക്കണം. അതാണ്. ഗുരുപരമ്പരകൾ മാത്രമാണ് നമുക്ക് ഭഗവാനെ മനസ്സിലാക്കാൻ സാധിക്കുക. അതുകൊണ്ടാണ് നമ്മൾ ഗുരു അഷ്ടകത്തിൽ നമ്മൾ പറഞ്ഞില്ലേ, യസ്യ പ്രസാദ ഭഗവത് പ്രസാദോ യസ്യാ പ്രസാദ നഗതി കുതോ ഇല്ലേ. അപ്പൊ നമുക്ക് ഭഗവാൻ കൃഷ്ണൻ പ്ലീസ്ഡ് ആണോ അറിയുന്നത് എന്താണ് വഴി? യസ്യ പ്രസാദ ഭഗവത് പ്രസാദം. നമ്മൾ സ്പിരിച്വൽ മാസ്റ്റർ പ്ലീസ് ചെയ്താലേ ഭഗവാൻ കൃഷ്ണൻ പ്ലീസ്ഡ് ആവാൻ സാധിക്കുള്ളൂ. അപ്പൊ നമ്മൾ സ്പിരിച്വൽ മാസ്റ്റർ പ്ലീസ് ചെയ്യാതെ ഒരിക്കലും നമുക്ക് ഭഗവാനെ പ്ലീസ് ചെയ്യാൻ സാധിക്കില്ല എന്ന് വളരെ വ്യക്തമായിട്ട് അതിൽ പറയുന്നുണ്ട്. അപ്പൊ അതുപോലെ തന്നെ ഇതുപോലെ തന്നെ നമ്മൾ ആചാര്യ പരമ്പരയും ചൈതന്യ മഹാപ്രഭുവും ഒക്കെ പ്ലീസ് ചെയ്താലേ നമുക്ക് ഭഗവാൻ കൃഷ്ണനെ പ്ലീസ് ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് ഇവിടെ എന്താണ് നമുക്ക് നരോത്തം ദാസ് ഠാക്കൂർ പറയുന്നത് അല്ലെ. അതിലെന്താണ് പറയുന്നത്? രൂപരഘുനാഥ പാതേ ഹവേ ആക്കൂതി ഹൈവേ ആക്കൂതി കബേ ഹബേ മുജഹസേ യുഗള പ്രീതി അല്ലെ. അപ്പൊ അതിൽ പറയുന്നത് രൂപ ഗോസ്വാമിക്കും സനത ഗോസ്വാമിക്കും രഘുനാഥദാസ് ഗോസ്വാമിക്കും മറ്റു ചൈതന്യ ഭക്തന്മാർക്കും സേവനം അർപ്പിച്ച അപ്രകാരം ശ്രീരാധയുടെയും കൃഷ്ണന്റെയും ലീലകൾ മനസ്സിലാക്കാൻ അർഹത നേടുന്ന ഒരു മനോഭാവം എപ്പോഴാണ് എനിക്ക് ഉണ്ടാകുക. അപ്പൊ അതാണ് ഞാൻ ചിന്തിക്കുന്നത്. ഇപ്പം നരോത്തം ദാസ് ഠാക്കൂർ എന്താണ് പറയുന്നത്? ഇപ്പം എനിക്ക് ആ ഒരു മനോഭാവം എപ്പോഴാണ് വരിക, എപ്പോഴാണ് ഉണ്ടാകാന്ന് ചിന്തിക്കുന്നത്. അപ്പൊ എങ്ങനെയാ മനോഭാവം വരുത്തുക? അതിനുള്ള വഴി എന്താണ്? നമുക്ക് അദ്ദേഹത്തിന്റെ പ്രീവിയസ് ആചാര്യസ് അല്ലെ, പൂർവ്വ ആചാര്യന്മാരെ സേവനം ചെയ്തുകൊണ്ട് അവരെയും അർപ്പിച്ചുകൊണ്ട് മാത്രമാണ് എനിക്ക് ആക്ച്വലി ഈ ചൈതന്യ മഹാപ്രഭു രാധാകൃഷ്ണന്മാരെയും പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുക. അപ്പൊ ആ സേവന മനോഭാവത്തിലൂടെയും നമുക്ക് പൂർവ്വ ആചാര്യന്മാരെ തൃപ്തിപ്പെടുത്തുന്ന കൂടുതലും മാത്രമാണ് നമുക്ക് ആക്ച്വലി ഭഗവാനെ പറ്റി പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുക. അല്ലാതെ നമുക്ക് ഒരിക്കലും ഭഗവാനെ മനസ്സിലാക്കാൻ സാധിക്കില്ല എന്നാണ് നമുക്ക് ഇവിടെ ആചാര്യന്മാർ വളരെ വ്യക്തമായിട്ട് നമുക്ക് പറഞ്ഞു തരുന്നത്. ഈ ശ്ലോകം 44 അനന്ത ചൈതന്യ ലീല ക്ഷുദ്ര ജീവഹയ കേവർണി ദേ പാരേതാഹ വിസ്താരകരിയ. ശബ്ദാർത്ഥം അനന്ത പരിമിതമായ ചൈതന്യ ലീലകൾ ക്ഷുദ്ര ഒരു ചെറിയ ജീവനായ കെ ആര് വർണ്ണിതെ വിവരിക്കുക പാരെ കഴിയും താഹ അത് വിസ്തരിക്കുക കരിയ ചെയ്യുക. വിവർത്തനം: ശ്രീചൈതന്യ ലീലകൾ അനന്തമാണ്. ഒരു നിസ്സാര ജീവന് ആ അതീന്ദ്രിയ ലീലകളെ കുറിച്ച് എത്രമാത്രം വിവരിക്കാൻ കഴിയും? ശ്ലോകം 45 സൂത്രകാരി ഗണയതി അപനെ അനന്ത സഹസ്രവദനെ തേൻഹോ നാഹിപായ അന്ത. ശബ്ദാർത്ഥം സൂക്തങ്ങൾ ഉണ്ടാകുക, ഗണേ എണ്ണുക, യതി എങ്കിൽ, ആപനെ സ്വയം, അനന്തശേഷൻ, സഹസ്രവദനെ 1000, തേൻഹോ അദ്ദേഹം, നാഹി ഇല്ല, പായ ലഭിക്കുക, അന്ത അന്ത്യം. വിവർത്തനം: ഈ ലീലകൾ അനന്തശേഷൻ തന്നെ സൂത്രങ്ങളാക്കിയിരുന്നെങ്കിൽ അവിടുന്ന് പോലും അവയുടെ സീമ കണ്ടെത്താൻ കഴിയുമായിരുന്നില്ല. ശ്ലോകം 46 ദാമോദര സ്വരൂപ ആര ഗുപ്ത മുരാരി മുഖ്യ ലീലാ സൂത്രേ ലിഖിയ വിചാരി. ശബ്ദാർത്ഥം: ദാമോദര സ്വരൂപ ദാമോദരൻ ആരാവും? ഗുപ്ത മുരാരി ഗുപ്തൻ, മുഖ്യ ഏറ്റവും പ്രധാനപ്പെട്ട ലീലകൾ സൂത്രേ കുറിപ്പുകളിൽ, ലിഖിയാച്ചെ എഴുതി, വിചാരി മതിയായ ആലോചനയോടെ. വിവർത്തനം: ശ്രീ സ്വരൂപ ദാമോദരനെയും മുരാരി ഗുപ്തയെയും പോലുള്ള ഭക്തന്മാർ ഈ സുപ്രധാന ലീലകളെല്ലാം മതിയായ ആലോചനയ്ക്ക് ശേഷം കുറിപ്പുകളുടെ രൂപത്തിൽ രേഖപ്പെടുത്തി. ശ്ലോകം 47 സേ അനുസാരയിലേക്ക് ലീലാസൂത്ര ഗണ വിസ്താരി വർണ്ണിയാച്ചേന ദാസ വൃന്ദാവന. ശബ്ദാർത്ഥം: സേ അത്, അനുസാരെ പിന്തുടരുക, ലിഖി എഴുതുന്നു, ലീലകൾ, സൂത്രഗണ കുറിപ്പുകൾ, വിസ്തരിച്ച്, വർണ്ണിയാച്ചേന വർണ്ണിച്ചു, അത്, വൃന്ദാവന ദാസ ഠാക്കൂർ. വിവർത്തനം: സ്വരൂപ ദാമോദരനും മുരാരി ഗുപ്തയും സൂക്ഷിച്ച കുറിപ്പുകളാണ് ഈ ഗ്രന്ഥത്തിന് ആധാരം. അവരുടെ കുറിപ്പുകൾ പിന്തുടർന്ന് ഞാൻ അവിടുത്തെ ലീലകൾ എഴുതുന്നു. ആ കുറിപ്പുകളെ വൃന്ദാവനദാസ ഠാക്കൂർ വിപുലമായി വിശദീകരിച്ചിട്ടുണ്ട്. ശ്ലോകം 48
ചൈതന്യ ലീലാര വ്യാസ ദാസ വൃന്ദാവന മധുര കരിയ ലീല കരീല രചന. ശബ്ദാർത്ഥം ചൈതന്യ ലീലാര, ചൈതന്യന്റെ ലീലകളുടെ വ്യാസ, ആധികാരിക എഴുത്തുകാരനായ വ്യാസദേവൻ, ദാസ വൃന്ദാവന, വൃന്ദാവന ദാസ ടാഗോർ, മധുര, മധുരമുള്ള, കരിയ ചെയ്യുക, ലീല, ലീലകൾ, കരീല ചെയ്തു, രചന, രചന. വിവർത്തനം: ശ്രീ ചൈതന്യ ലീലകളുടെ ആധികാരിക രചയിതാവായ വൃന്ദാവന ദാസ ഠാക്കൂർ വേദവ്യാസനോളം തന്നെ ഉത്കൃഷ്ടനാണ്. അദ്ദേഹം മാധുര്യമേറിയേറി വരും വിധം ആ ലീലകളെ വിസ്തരിച്ച് വർണ്ണിച്ചിരിക്കുന്നു. ശ്ലോകം 49. ഗ്രന്ഥവിസ്താരഭയേ ചാടില ഏ സ്ഥാന സേ സ്ഥാനെ കിച്ചു കരീബ വ്യാഖ്യാന. ശബ്ദാർത്ഥം ഗ്രന്ഥത്തിന്റെ വിസ്താരം ഭയന്ന്, ചാടിയ ഉപേക്ഷിച്ച്, ഏതേത് സ്ഥാനങ്ങളിൽ, സെയ് സ്ഥാനെ അതത് സ്ഥാനങ്ങളിൽ, കിച്ചു ചിലത്, കരീബ ചെയ്യാം, വ്യാഖ്യാനം. വിവർത്തനം: തന്റെ ഗ്രന്ഥം ഒരുപാട് വിസ്തരിച്ചു പോകുമല്ലോ എന്ന് ഭയന്ന് അദ്ദേഹം ചില കാര്യങ്ങൾ വിശദമായ വിവരണമില്ലാതെ ഉപേക്ഷിച്ചിരുന്നു. അവ മാത്രം കഴിയുന്നത്ര നിറയ്ക്കാൻ ഞാൻ ശ്രമിക്കാം. ശ്ലോകം 50. പ്രഭുര ലീലാമൃത തേൻകോ കൈല ആസ്വാദന താൻഡഭുക്ത ശേഷ കിച്ചു കരിയ ചർവണ. ശബ്ദാർത്ഥം പ്രഭുവിന്റെ ലീലാമൃത, ലീലകളുടെ അമൃത്, തേൻകോ അദ്ദേഹം, കൈല ചെയ്തു, ആസ്വാദനം, താൻഡ അദ്ദേഹത്തിന്റെ, ഭുക്ത ഭക്ഷണത്തിന്റെ, ശേഷ അവശിഷ്ടങ്ങൾ, കിച്ചു ചിലത്, കരിയെ ചെയ്യുന്നു, ചർവണ ചവച്ചു. വിവർത്തനം: മഹാപ്രഭുവിന്റെ അതീന്ദ്രിയ ലീലകളെ വാസ്തവത്തിൽ വൃന്ദാവനദാസ് ഠാക്കൂർ ഏറെ ആസ്വദിച്ചിരിക്കുന്നു. അദ്ദേഹത്തിന്റെ പ്രസാദോച്ഛിഷ്ടം ചർവണം ചെയ്യാൻ ശ്രമിക്കുക മാത്രമാണ് ഞാൻ ചെയ്യുന്നത്. ശ്ലോകം 51. ആദിലീല സൂത്ര ലിഖി ശുന ഭക്തഗണ സംക്ഷേപ ലിഖിയെ സമ്യക് ന്യായായ ലിഖന. ശബ്ദാർത്ഥം ആദിലീല അദ്ദേഹത്തിന്റെ ലീലകളുടെ ആദ്യ ഭാഗം, സൂത്ര ലിഖി ഒരു സംഗ്രഹം എഴുതി, ശുന കേൾക്കുക, ഭക്തഗണ ഭക്തന്മാർ, സംക്ഷേപേ ചുരുക്കത്തിൽ, ലിഖിയെ എഴുതുന്നു, സമ്യക് പൂർണ്ണമായ, ന അല്ല, ന്യായ കഴിയുക, ലിഖന എഴുതാൻ. വിവർത്തനം: അല്ലയോ പ്രിയ ഭക്തന്മാരെ, ആദിലീലയുടെ ഒരു സംഗ്രഹം ഞാൻ ഇപ്പോൾ എഴുതാൻ തുടങ്ങട്ടെ. ഈ ലീലകൾ ചുരുക്കിയാണ് ഞാൻ എഴുതുന്നത്. എന്തുകൊണ്ടെന്നാൽ അവ സമ്പൂർണമായി വർണ്ണിക്കുവാനുള്ള കഴിവ് എനിക്കില്ല. ഹരേ കൃഷ്ണ. അപ്പൊ നമുക്കിപ്പോ സമയമായിരിക്കുന്നു. അപ്പൊ 51 ശ്ലോകം വരെയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പൊ ഈ ശ്ലോകങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും എത്രത്തോളം എളിമത്വത്തോടെയാണ് കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമി അദ്ദേഹത്തിനെ അദ്ദേഹം അദ്ദേഹത്തിന് സ്വന്തമായിട്ട് കാണുന്നത് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും, അല്ലെ? അപ്പൊ അദ്ദേഹം ചിന്തിക്കുന്നത് എന്താണ്? ഇപ്പം വൃന്ദാവൻദാസ് ഠാക്കൂറിന്റെ മഹത് ആചാര്യനാണ് ചൈതന്യ ഭാഗം നമുക്ക് തന്നിരിക്കുന്നത്. അപ്പൊ അദ്ദേഹത്തിന് എഴുതിയ ആ കൃതികളിൽ നിന്ന് വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രം, അപ്പൊ അതിൽ നിന്ന് കേട്ട കാര്യങ്ങളാണ് ഞാൻ എഴുതാൻ ശ്രമിക്കുന്നത് എന്ന രീതിയിലാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പൊ എളിമത്വമാണ് നമുക്ക് വൈഷ്ണവ ആചാര്യന്മാരിൽ കാണാൻ പറ്റുന്ന ഒരു ക്വാളിറ്റി. ഒരിക്കലും അദ്ദേഹം ചിന്തിക്കുന്നില്ല ഞാൻ വൃന്ദാവൻദാസ് ഠാക്കൂർ അത്ര ഇപ്പൊ ഞാൻ അദ്ദേഹത്തിനെക്കാളും കൂടുതൽ ഞാൻ എഴുതണം എന്ന് അദ്ദേഹം ചിന്തിക്കുന്നില്ല. അപ്പൊ അദ്ദേഹം ഇവിടെ എന്താണോ അദ്ദേഹം എഴുതാത്ത കുറച്ച് ഭാഗങ്ങൾ ഏതാണോ അത് മാത്രമാണ് ചരിതാമൃതത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ ബ്ലെസ്സിങ്സിലൂടെയാണ് അദ്ദേഹം എഴുതുന്നത്. അപ്പൊ ഇതാണ് ഒരു ആചാര്യന്റെ ഒരു മൂഡ് എന്ന് പറയുന്നത്. അപ്പൊ അത്രത്തോളം ഭഗവാന്റെ ലീലകൾ എന്ന് പറഞ്ഞാൽ അനന്തമാണ്. ഒരിക്കലും നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണോ ഈവൻ അനന്തശേഷൻ അദ്ദേഹത്തിന് ആ ലീലകളെ ഒരു സൂത്രമായിട്ട് മാറ്റി എഴുതിയാൽ കൂടി അദ്ദേഹത്തിന് പൂർണ്ണമായിട്ടും അത് എഴുതി തീർക്കാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത്. അത്രത്തോളം അനന്തമാണ് ചൈതന്യ മഹാപ്രഭുവിന്റെ ലീലകൾ. പക്ഷെ നമുക്കിവിടെ ചൈതന്യ മഹാപ്രഭുവിന്റെയും അദ്ദേഹത്തിന് അനുയായികളായിട്ടുള്ള ഗോസ്വാമിമാരുടെയും ശീല പ്രഭുപാദിന്റെ ഒക്കെ ഭക്തമാരുടെ കാര്യം കൊണ്ടാണ് നമുക്ക് ഈ ഒരു ചൈതന്യ ചരണത്തിനെ പറ്റി നമ്മുടെ ചർച്ച ചെയ്യാൻ സാധിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മളതിനെ എത്രത്തോളം നമ്മളത് മനസ്സിലാക്കി ബാക്കിയുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നോ അത്രത്തോളം നമുക്കും ഭഗവാന്റെ കാരുണ്യം കിട്ടും എന്നുള്ള കാര്യമാണ് മനസ്സിലാക്കാൻ സാധിക്കുക. ഹരേ കൃഷ്ണ. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിലും ചോദിക്കാം. 5:45 ആയിരിക്കുകയാണ്. എന്തെങ്കിലും ഡൗട്ട്സോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. ഹരേ കൃഷ്ണ പ്രഭു. പ്രണാമം പ്രഭു. വളരെ ഹരേ നല്ല കൃഷ്ണ. പ്രഭു. താങ്ക് യു പ്രഭു. പ്രഭു താങ്ക് യു. ചൈതന്യ ഭാഗവതം അല്ലേ വൃന്ദാവന ദാസ് ഠാക്കൂറിന്റെ? അതെ ചൈതന്യ ഭാഗവതം മാതാജി, വൃന്ദാവൻദാസ് ഠാക്കൂറിന്റെ. ഹരേ താങ്ക് യു പ്രഭു. ചൈതന്യ മംഗളം ലോചൻദാസ് ഠാക്കൂറിന്റെ. ഹരേ താങ്ക് യു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. അപ്പൊ വേറെ മറ്റ് സംശയങ്ങളൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഇന്നത്തെ ക്ലാസ് എൻഡ് ചെയ്യാം. വന്നു ചേർന്ന ഭക്തന്മാർക്ക് വിനീതമായ നന്ദി. ഹരേ കൃഷ്ണ.
Thank you, Prabhu. Thank you so much, Thank Prabhu. you. Hare Krishna. Thank you. Thank you. Hare Krishna. श्री जगन्नाथ चरणामृतम की जय, Hare Krishna. श्रील प्रभुपाद Jai. की जय, समवेत भक्तवृंद Jai. की जय. Jai. Hare Krishna. Hare Krishna. Thank you, Prabhu. Thank you. धन्यवाद.